So yes, welcome everyone. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ നമ്മുടെ പ്ലസ് ടുവിലെ നമ്മുടെ 12ാമത്തെ ചാപ്റ്റർ കേട്ടോ, ആറ്റംസ് എന്നുള്ള ചാപ്റ്റർ ആണ്. ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. എന്താ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവ്രി ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. ഈ ഒരു യൂണിവേഴ്സിൽ, ഈ ഒരു ലോകത്തിലുള്ള എല്ലാ ബോഡീസും ഉണ്ടാക്കിയിട്ടുള്ളത് ആറ്റംസ് വെച്ചിട്ടാണ്. ആ ആറ്റം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വെരി 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 സ്മോൾ സാധനം അല്ലേ, വളരെ ചെറിയൊരു സാധനമാണ് ഈ പറഞ്ഞ ആറ്റംസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അത്രയും കുഞ്ഞൊരു ചാപ്റ്ററാണ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ആറ്റംസും കേട്ടോ. അപ്പോൾ കുഞ്ഞൊരു ചാപ്റ്ററാണ്, ചെറിയൊരു ചാപ്റ്ററാണ്, ഒരുപാടൊന്നും പഠിക്കാനില്ല, കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നായിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ പഠിച്ചിട്ട് പോകാം. റെഡി? അപ്പോൾ എന്ത് ചെയ്യുക, നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഇതായി കയ്യിൽ കുപ്പിയിലാക്കി തരും. റെഡി? സോ ആറ്റംസ് എന്ന ചാപ്റ്ററിനെ കുറിച്ച് പറയുന്ന സമയത്ത് പണ്ട് മുതലേ ആറ്റത്തിൻ്റെ ഉള്ളിൽ എന്താണ് എന്നറിയാനുള്ള ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്താണ് കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെൻറ്റ് നടന്നതിന് ശേഷം ഇലക്ട്രോൺസിനെ കണ്ടുപിടിക്കുന്നത്. റെഡി? അപ്പോൾ ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചു. ഇലക്ട്രോൺസ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജാണ്, അതും കണ്ടുപിടിച്ചു. പക്ഷെ നമ്മളൊരു ആറ്റത്തിനെ നോക്കുന്ന സമയത്ത് ആ ആറ്റം എന്താണ്, ആക്ച്വലി ന്യൂട്രലാണ്. ഒരു ആറ്റത്തിന് ചാർജ് ഉണ്ടോ? ഇല്ല. ആറ്റം എടുത്ത് നോക്കുന്ന സമയത്ത് ആറ്റം ന്യൂട്രലാണ്, പക്ഷെ അതിൻ്റെ അകത്ത് ഇലക്ട്രോൺസ് ഉണ്ട്, നെഗറ്റീവ് ചാർജിലാണ് താനും. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജിനെ ബാലൻസ് ചെയ്യാൻ എന്തായാലും അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കണം, എന്നാലല്ലേ ആറ്റം ന്യൂട്രൽ ആവുള്ളൂ. അപ്പോൾ ആ പോസിറ്റീവ് ചാർജിനെ തേടിയായി ഇനിയുള്ള യാത്ര. അങ്ങനെ ആ സമയത്താണ് നമ്മുടെ ജെ തോംസൺ, ഇലക്ട്രോൺ കണ്ടുപിടിച്ചിട്ടുള്ള സയൻറ്റിസ്റ്റാണ് ജെ തോംസൺ. ഈ ജെ തോംസൺ നമ്മൾക്ക് ആദ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ആറ്റം മോഡലാണ് പ്ലം പുഡിംഗ് മോഡൽ. എന്താ പ്ലം പുഡിംഗ് മോഡൽ? ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞില്ലേ, ആ സമയത്ത് നിങ്ങൾ പ്ലം കേക്ക് കണ്ടിട്ടുണ്ടാവും അല്ലേ? എങ്ങനെയാണ് നമ്മുടെ പ്ലം കേക്ക്? ഇതാണ് നമ്മുടെ പ്ലം കേക്ക്. ഇതല്ല, ഇതുപോലെയാണ് നമ്മുടെ പ്ലം കേക്ക് ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഈ പ്ലം കേക്കിൻ്റെ മുകളിൽ നോർമലി നമ്മളെങ്ങനെയാണ് കാണുക, നമ്മുടെ കശുവണ്ടിയോ അല്ലെങ്കിൽ ഇലക്ട്രോൺസോ അണ്ടിപ്പരിപ്പോ എന്തെങ്കിലും സാധനം ഇങ്ങനെ വെതറിയിട്ടിട്ടുണ്ടാവും. റെഡി? പ്രീമിയം പ്ലം കേക്ക് ആണെങ്കിൽ നല്ല കശുവണ്ടി ഉണ്ടാവും. റെഡി? അല്ലെങ്കിൽ ചെറിയ മുന്തിരി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. റൈറ്റ്? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഏകദേശം ഒരു പ്ലം കേക്ക് ഉണ്ടാവുക, ഒരു പ്ലം പുഡിങ് ഉണ്ടാവുക. അപ്പോൾ ഈ പ്ലം പുഡിങ്ങിൽ ഈ കാണുന്ന കേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നമ്മൾ കഴിക്കുന്ന ആ കേക്ക് മൊത്തം എന്താണ്, ഈ കാണുന്ന പാർട്ട് മൊത്തം പോസിറ്റീവ് ചാർജാണ്. ഏത്? ഈ യെല്ലോ പാർട്ട് കേട്ടോ, ഈ യെല്ലോ പാർട്ട് കംപ്ലീറ്റ് എന്താണ്, പോസിറ്റീവ് ചാർജാണ്. ഓക്കെ? അപ്പം ഇത് മൊത്തം പോസിറ്റീവ് ചാർജാണ്. ആ പോസിറ്റീവ് ചാർജിൻ്റെ മുകളിൽ അവിടെയും ഇവിടെ ആയിട്ട് ഈ പറഞ്ഞ ഇലക്ട്രോൺസ്, ഈ പറഞ്ഞ കശുവണ്ടി ആരാണ്, നമ്മുടെ ഇലക്ട്രോൺസിനെ ഇങ്ങനെ വെതറിയിട്ടേക്കുവാണ്. അപ്പോൾ കുറേ പോസിറ്റീവ് ചാർജിൻ്റെ ഒരു ക്ലൗഡ്, അതിൻ്റെ മുകളിൽ ഇലക്ട്രോൺസ്, നെഗറ്റീവ് ചാർജിലെ ഇലക്ട്രോൺസിനെ വെതറിയിട്ടേക്കുവാണ്. ഇതാണ് ഒരു ആറ്റത്തിൻ്റെ മോഡൽ. ഇങ്ങനെയാണ് ആറ്റം കിടക്കുന്നത് എന്നാണ് നമുക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള ആറ്റം മോഡൽ. അപ്പോൾ ഇതെല്ലാവരും വിശ്വസിച്ചു, കാരണം വേറെ ആറ്റം മോഡലൊന്നും ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഈ മെത്തേഡൊക്കെ ഫോളോ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് റൂദർഫോർഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് ഇത് ഒരു 1896 മൂപ്പര് ഇത് ചെയ്തിട്ട് പൊട്ടി പാളീസായി. അങ്ങനെ മൂപ്പര് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മൂപ്പരുടെ 2 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, ജീജറും അതുപോലെ തന്നെ മാർസ്റ്റനും. ഇവർ 2 പേർക്കും ഈ കംപ്ലീറ്റ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് പറഞ്ഞു കൊടുത്തിട്ട് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു, ഒരു 5-6 വർഷം കഴിഞ്ഞതിന് ശേഷം. അതുകൊണ്ട് ഈ ഒരു എക്സ്പെരിമെൻറ്റ് റൂദർഫോർഡ്സ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്, ജീജർ ആൻഡ് മാർസ്റ്റൻ എക്സ്പെരിമെൻറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. റെഡി? അപ്പോൾ രണ്ടും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് റൂദർഫോർഡ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു എക്സ്പെരിമെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്താ ഈ ഒരു എക്സ്പെരിമെൻറ്റ്? ഇത് ആറ്റം മോഡൽ പഠിക്കാനുള്ള എക്സ്പെരിമെൻറ്റ് തന്നെയായിരുന്നു. ആൾ ചെയ്ത എക്സ്പെരിമെൻറ്റ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആളെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൽഫ പാർട്ടിക്കിളിൻ്റെ സോഴ്സ് എടുത്തു. എന്താ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജുള്ള ഒരു പാർട്ടിക്കിളാണ് ആൽഫ പാർട്ടിക്കിൾ. ഓക്കെ? പോസിറ്റീവ് ചാർജുള്ള ഒരു പാർട്ടിക്കിളാണ് ആൽഫ പാർട്ടിക്കിൾ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാസ് 4 times ദ മാസ് ഓഫ് എൻ ആറ്റം ആണ് ആൻഡ് 2 times ദ ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ ആണ്. ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 2 times ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്, പക്ഷേ പോസിറ്റീവ് ചാർജ് ആണ് കേട്ടോ. വാല്യൂ ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ സെയിം വാല്യൂ ആണ്. മാസ് ഓഫ് ദ ആറ്റം അതിൻ്റെ 4 times ആണ് ആരുടെ, ആൽഫ പാർട്ടിക്കിളിൻ്റെ മാസ് എന്ന് പറയുന്നത്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹീലിയം-24ൻ്റെ ന്യൂക്ലിയസ്. ഹീലിയം-24ൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ അകത്ത് 2 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ 2 ഇലക്ട്രോണിൻ്റെ ചാർജ് വരും. റെഡി? മാസ് 4 ആണ്, 4 times ദ മാസ് ഓഫ് എൻ ആറ്റം വരും. ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് ഇസ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ അതാണ് ഒരു ആൽഫ പാർട്ടിക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 4 times ദ മാസ് ഓഫ് എൻ ആറ്റം, 2 times ദ ചാർജ് ഓഫ് എൻ ഇലക്ട്രോണും ഉള്ള ഒരു പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളിനെയാണ് നമ്മൾ ആൽഫ പാർട്ടിക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൽഫ പാർട്ടിക്കിൾ ഉള്ള ഒരു സോഴ്സ് എടുത്തു. അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ആൽഫ പാർട്ടിക്കിളിനെ നേരെ ഒരു ഗോൾഡ് ഫോയിലിൻ്റെ മുകളിലേക്ക് നമ്മൾ ബൊമ്പാർഡ് ചെയ്യിപ്പിക്കുകയാണ്. നമ്മളിങ്ങനെ എറിഞ്ഞു വിടുകയാണ്.
അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? ഈ ഗോൾഡ് ഫോയിൽ ആക്ച്വലി എന്താണ്? ആറ്റം കൊണ്ട് നിറഞ്ഞെടുക്കുവാണ്. അപ്പോൾ പ്ലം പുഡിംഗ് മോഡൽ പ്രകാരം കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജ് ആണ് ആറ്റത്തിൽ, അല്ലേ? അവിടെ ഇവിടെ ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പോൾ ഈ ഗോൾഡ് ഫോയിൽ ഈ മൊത്തം ഓറഞ്ച് കളർ എന്തായിരിക്കണം? പോസിറ്റീവ് ചാർജ് ആയിരിക്കണം. അവിടെ ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ടാവണം, അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ ആൽഫ പാർട്ടിക്കിൾ ഒരു പോസിറ്റീവ് ചാർജ് ആണല്ലോ. ഇയാളിങ്ങനെ നേരെ പോണ സമയത്ത് ഇവിടെ ഫുള്ള് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എന്ത് സംഭവിക്കണം? നേരെ പോയി അപ്പോൾ ശരി ടാറ്റ ബൈ ബൈ തിരിച്ചിങ്ങോട്ടേക്ക് വരണം. വേണ്ടേ? കാരണം അത് പോസിറ്റീവ് ചാർജാണ്, റിപ്പൾഷൻ നടക്കും. പക്ഷെ സംഭവിച്ചത് എന്താണെന്നറിയോ? മറ്റൊന്നാണ്. എന്താ സംഭവിച്ചത്? ഈ ആൽഫ പാർട്ടിക്കിൾ നേരെ പോകുന്നു, കുറേ പേര് ഒരു പ്രശ്നമില്ലാതെ ടപ്പടപ്പടപടയെന്ന് പറഞ്ഞു പോകുന്നു. കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു? ചെറിയ ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. കുറച്ച് ആൾക്കാർ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നു. അങ്ങനെ പല കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നു. ഇപ്പം എന്ത് മനസ്സിലായി? സംഭവം ജെ തോംസൺ പറഞ്ഞത് തെറ്റാണ്. വേറൊരു ആറ്റം മോഡലാണ് ആക്ച്വലി ഉള്ളത്, അല്ലേ? അപ്പോൾ ഏതാണ് ആ ആറ്റം മോഡൽ? ആ ആറ്റം മോഡലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? റൂദർഫോർഡ് കുറേ ഒബ്സർവേഷൻസ് ഒക്കെ നോട്ട് ചെയ്തു. അതിൻ്റെ അകത്തുനിന്ന് കുറേ കൺക്ലൂഷനൊക്കെ ഉണ്ടാക്കി നമുക്കൊരു പുതിയൊരു ആറ്റം മോഡൽ നമ്മളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നു. ഇതാണ് കേട്ടോ കംപ്ലീറ്റ് ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. റെഡി? അപ്പോൾ ആളുടെ ഒബ്സർവേഷൻ അതായിരുന്നു. ആൾ നോക്കിയ സമയത്ത് ആളിപ്പോൾ ഒരു 10⁻⁷ ആൽഫ പാർട്ടിക്കിൾ കൊടുത്തു. അങ്ങനെ ആൾ ഒബ്സർവേഷൻ നോട്ട് ചെയ്യാണ്. ആൾ വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ ഡിറ്റക്റ്റഡും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ സ്കാറ്ററിങ് ആംഗിളും ആയിരുന്നു. അതായത് ഇപ്പോൾ ഇവിടുന്ന് ആൽഫ പാർട്ടിക്കിൾ പോകുന്നു, ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സെൻറ്റർ. ഇങ്ങോട്ടേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ സ്കാറ്ററിങ് ആംഗിൾ എന്ന് പറയുന്നത് കേട്ടോ. അതായത് സെൻറ്ററിൽ നിന്ന് എത്ര ഡിഫ്ലക്റ്റ് ചെയ്തു എന്നുള്ളതാണ് സ്കാറ്ററിങ് ആംഗിളായിട്ട് നമ്മൾ എടുക്കുന്നത്. ആൻഡ് നമ്പർ ഓഫ് ഡിറ്റക്റ്റഡ്, അതായത് ഇവിടെ നമ്മളൊരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ ആൽഫ പാർട്ടിക്കിൾ വന്ന് ഇടിക്കും, അവിടെ ഒരു ഫ്ലാഷ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഡിറ്റക്റ്റ് ചെയ്ത എത്ര ആൽഫ പാർട്ടിക്കിൾ ഉണ്ട്, അങ്ങനെ ഇത് രണ്ടും വെച്ചിട്ടാണ് ആൾ എന്ത് ചെയ്യുന്നത്? ഒബ്സർവേഷൻസിനെ ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്കാറ്റേർഡ് ആൽഫ പാർട്ടിക്കിൾസ് ഉണ്ട്, ഇവിടെ നമ്മുടെ സ്കാറ്ററിങ് ആംഗിൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ആൽഫ പാർട്ടിക്കിളിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. ആ സമയത്ത് സ്കാറ്ററിങ് ആംഗിൾ നോക്കിക്കേ 0 ഡിഗ്രിയാണ്. എന്ന് വെച്ചാൽ എന്താ? സ്കാറ്ററിങ് ആംഗിൾ 0 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് സാധനം നേരെ പോകാന്നല്ലേ അർത്ഥം? യാതൊരു ഡിഫ്ലക്ഷനും ഇല്ലാതെ നേരെ ആയിരിക്കും പോയിട്ടുണ്ടാവുക, അല്ലേ? അപ്പോൾ ഇവിടെ 0 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണ്? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ അതിൻ്റെ അകത്തൂടെ എന്ത് ചെയ്തു പോയി? ഒരു പ്രശ്നമില്ലാതെ കടന്നുപോയി. പിന്നെ നിങ്ങൾ നോക്കിക്കേ, സ്കാറ്ററിങ് ആംഗിൾ കൂടുന്തോറും ആൽഫ പാർട്ടിക്കിളിൻ്റെ എണ്ണം കുറഞ്ഞു വരുവാണ്. 180 ഡിഗ്രിയിൽ സ്കാറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ജെ തോംസൺ അതാണ് വേണ്ടത്. എന്ത് ചെയ്യണം? നേരെ പോകുന്നു, ഇടിക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ സ്കാറ്ററിങ് ആംഗിൾ എത്രയായി? 180 ഡിഗ്രി ആയി, അല്ലേ? അപ്പോൾ 180 ഡിഗ്രിയിൽ സ്കാറ്റർ ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിൾ വെറും കുറച്ചുള്ള, അതായത് ഇപ്പോൾ 10 ലക്ഷത്തിൽ ഒരാളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? 180 ഡിഗ്രിയിൽ നമുക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ജെ തോംസണിൻ്റെ പ്ലം പുഡിംഗ് മോഡൽ കംപ്ലീറ്റ്ലി പൊട്ടത്തെറ്റാണ്. അപ്പോൾ ഇനി റൂദർഫോർഡിൻ്റെ പുതിയൊരു ആറ്റം മോഡൽ നമ്മളിലേക്ക് വരുവാണ് വിത്ത് ഹിസ് സം ഒബ്സർവേഷൻസ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ആളുടെ ഒബ്സർവേഷൻസ് മെയിനായിട്ട് നോക്കിക്കോ? ഒന്ന്, മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. ഒരുവിധം എല്ലാ പാർട്ടിക്കിൾസ്, ഇപ്പോൾ 99.4% ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു? ഡിഫ്ലക്ഷനും ഇല്ലാതെ കടന്നുപോയി. രണ്ടാമത് നോക്കിക്കേ, സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് വർ ഡിഫ്ലക്റ്റഡ് ബൈ സ്മോൾ ആംഗിൾസ്. കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു? ചെറിയ ആംഗിൾ ഇങ്ങനെ അവിടെ ഇവിടെ തട്ടിയിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആളത് കണ്ടത് എന്താ? ഓൾമോസ്റ്റ് 1 among 20,000, 20,000 ഒരാളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? നേരെ പോയിട്ട് ബൗൺസ് ബാക്ക് ചെയ്യുന്നത്. അതായത് സ്കാറ്ററിങ് ആംഗിൾ 180 ഡിഗ്രി വരുന്നത്, അല്ലേ? അപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നു ആളുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ നോക്കിക്കേ, മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾസും അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് പാസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഒരു പോസിറ്റീവ് ചാർജ് ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചാർജും ഇല്ല എന്നല്ലേ അർത്ഥം. അപ്പോൾ ഒരുവിധം എല്ലാ ആൽഫ പാർട്ടിക്കിളും പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ദ ആറ്റം ഇസ് എംപ്റ്റി എന്ന് പറയാൻ പറ്റും, ഇല്ലേ? പറ്റും. ഇനി നെക്സ്റ്റ് പോയിന്റ് നിങ്ങൾ നോക്കിക്കേ, കുറച്ച് ആൾക്കാർ ചെറിയ ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. സ്മോൾ ആംഗിൾസ് അല്ലെങ്കിൽ ലാർജ് ആംഗിൾസ് കേട്ടോ. ചെറിയ ആംഗിളിൽ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് ആൾക്കാർ ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് ചാർജ് ഡിഫ്ലക്റ്റ് ചെയ്യാന്ന് പറയാന്നുണ്ടെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്നല്ലേ അർത്ഥം. വിച്ച് മീൻസ് അവിടെ ഒരു സ്മോൾ പോസിറ്റീവ് ചാർജ് പ്രസന്റ് ആണ്. സ്മോൾ പോസിറ്റീവ് ചാർജ് എന്താണ്? പ്രസന്റ് ആണ്. യെസ്, പോസിറ്റീവ് ചാർജ് ഉണ്ട്, പക്ഷേ എവിടെ? അതായിരുന്നു പ്രശ്നം. അപ്പോൾ നോക്കുമ്പോൾ 1 among 20,000 ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? ബൗൺസ് ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഒബ്സർവേഷൻസ് നമുക്ക് മനസ്സിലാവും. ഈ സ്മോൾ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് വളരെ കുഞ്ഞൊരു സ്ഥലത്താണ്, അല്ലേ? കൺഫൈൻഡ് ഇൻ ടു എ വെരി സ്മോൾ സ്പേസ്. ആൻഡ് ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക? സെൻറ്റർ ഓഫ് ദി ആറ്റത്തിലാണ്. റെഡി? ആറ്റത്തിൻ്റെ സെൻറ്ററിലാണ് ആരുണ്ടാവുക? ഈ പറഞ്ഞ പോസിറ്റീവ് ചാർജ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒബ്സർവേഷൻസ് നിന്നായിരുന്നു നമ്മുടെ റൂദർഫോർഡ് എന്ത് ചെയ്തിട്ടുള്ളത്? ഹിസ് ആറ്റം മോഡൽ ഫോർമുലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു കൺക്ലൂഷൻസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ആളുടെ എക്സ്പെരിമെൻറ്റിൽ നിന്ന് വന്ന കൺക്ലൂഷൻസ് എന്തൊക്കെയായിരുന്നു? ഒന്ന്, മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ദ ആറ്റം ഇസ് എംപ്റ്റി. നമ്മൾ പറഞ്ഞു മോസ്റ്റ് ഓഫ് ദ സ്പേസ് ആൾക്കാരും അൺഡിഫ്ലക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരുവിധ സ്പേസ് ഒക്കെ എംപ്റ്റി ആണെന്ന് പറയാൻ പറ്റും. ദർ ഇസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് സെൻറ്റർ ഇൻ ആൻ ആറ്റം കോൾഡ് ദ ന്യൂക്ലിയസ്.
പോസിറ്റീവ്ലി ചാർജ് ഒരു സെൻറ്റർ ഉണ്ട്, അതിൻ്റെ പേരെന്ത് വിളിച്ചു? ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. നിയർലി ഓൾ ദ മാസ് ഓഫ് ആൻ ആറ്റം റിസൈഡ്സ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. കാരണം എന്താ? ഒരു ആറ്റത്തിൻ്റെ ഒട്ടുമിക്ക സ്പേസും എംപ്റ്റി ആണ് അല്ലേ. പിന്നുള്ള ആകെ ഒരാളെന്ന് പറയുന്നത് ഈ പറഞ്ഞ ന്യൂക്ലിയസേ ഉള്ളൂ. അപ്പോൾ ഈ ആറ്റത്തിൻ്റെ മാസ് നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഇലക്ട്രോൺ ഉണ്ടാവും, ശരിയാണ്. പക്ഷേ ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് വളരെ ലോ ആണ്. വളരെ ലോ മീൻസ് നിയർലി ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മാസ് കുറഞ്ഞൊരു സാധനമാണ്. അപ്പോൾ ബാക്കി മാസമൊക്കെ കിടക്കുന്നുണ്ടാവും ഈ പറഞ്ഞ പോസിറ്റീവ് ചാർജിലല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നിയർലി ഓൾ ദ മാസസ് റിസൈഡിങ് ഇൻസൈഡ് ദിസ് ന്യൂക്ലിയസ് എന്നും ആര് നമുക്ക് പറഞ്ഞു തന്നു? റൂദർഫോർഡ് പറഞ്ഞു തന്നു. ദി ഇലക്ട്രോൺസ്, ബാക്കി ഈ ഇലക്ട്രോൺസിന് എന്താ പരിപാടി? ഒട്ടുമിക്ക സ്പേസും എംപ്റ്റി ആണ്, നടുവിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇനി അതിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസിന് എന്താ പരിപാടി? ഇലക്ട്രോൺസ് എന്താ ചെയ്യുന്നത് നോക്കിക്കേ. ദേ റിവോൾവ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്ത്സ്. ഇവരെന്താ ചെയ്യുന്നത്? സർക്കുലർ പാത്തിൽ, ഇൻ എനി സർക്കുലർ പാത്ത് കേട്ടോ, ഇൻ എനി സർക്കുലർ പാത്ത് ഇവരെന്ത് ചെയ്യാണ്? സർക്കുലർ പാത്തിൽ നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ക്ലിയർ? റെഡി? ആൻഡ് അടുത്ത പോയിന്റ് നോക്കിക്കുക. ദ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഇസ് വെരി സ്മോൾ ആസ് കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ദി ആറ്റം. ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ന്യൂക്ലിയസിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ കുറവുമാണ്. കുഞ്ഞു ന്യൂക്ലിയസ് ഉണ്ടാവുക കേട്ടോ. അതായത് ഇപ്പോൾ ഒരു ആറ്റത്തിൻ്റെ സൈസ് 10⁻⁻10 ആണെങ്കിൽ ന്യൂക്ലിയസിൻ്റെ സൈസ് 10⁻⁻15 ആണ്. 10⁵5 ടൈംസ് എന്താണ് സ്മോളർ ആണ് നമ്മുടെ ന്യൂക്ലിയസ്. അതായത് ഇപ്പോൾ ഒരു റൂം നിങ്ങളൊരു ആറ്റമായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു സൂചിക്കുത്താണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് കേട്ടോ. റെഡി? അത്രയും ചെറുതാണ് എന്ത്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കൺക്ലൂഷൻസിൽ നിന്നാണ് റൂദർഫോർഡ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇതേപോലെ ഒരു ആറ്റം മോഡൽ നമുക്ക് തന്നിട്ടുള്ളത്. നടുവിൽ ആരുണ്ട്? നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ട്. അതിന് ചുറ്റും തലങ്ങും വിലങ്ങുമായിട്ട് ഇഷ്ടം പോലെ എന്തുണ്ട്? സർക്കുലർ പാത്തുകളുണ്ട്. അതിൻ്റെ അകത്തോടെ ഇലക്ട്രോൺ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇതായിരുന്നു ആര് പറഞ്ഞത്? റൂദർഫോർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റെഡി? ആൻഡ് റൂദർഫോർഡ് പക്ഷേ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഇതാണ് ഇപ്പം നമ്മുടെ ന്യൂക്ലിയസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൻ്റെ ചുറ്റും ആരുണ്ട്? ഓർബിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൂടെ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? റിവോൾവ് ചെയ്യുന്നുണ്ട് ഇലക്ട്രോൺ. റൈറ്റ്? ഇലക്ട്രോൺ എന്താണ്? നെഗറ്റീവ് ചാർജാണ്, ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവില്ലേ? ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ഈ ഇലക്ട്രോൺ വന്നിട്ട് ന്യൂക്ലിയസിൻ്റെ അകത്തേക്ക് വീഴൂലേ എന്ന് ചോദിച്ചു. അപ്പോൾ റൂദർഫോർഡ് പറഞ്ഞ ഉത്തരം എന്താണെന്നറിയോ? ഇലക്ട്രോൺ എന്ത് വേണം? റിവോൾവ് ചെയ്യണം. അത് റിവോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് എന്ത് ഫോഴ്സ് വേണം? സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. അപ്പോൾ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സും ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും എന്ത് ചെയ്യും? ബാലൻസ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ ഇങ്ങനെ ഒരു പോയിന്റും കൂടെ നമുക്ക് ആര് തന്നിട്ടുണ്ടായിരുന്നു? റൂദർഫോർഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സെൻട്രിപെറ്റൽ ഫോഴ്സസ് ബാലൻസ്ഡ് ബൈ ദിസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ. റെഡി? അപ്പോൾ ഇത്രയായിരുന്നു റൂദർഫോർഡിൻ്റെ ഒരു ആറ്റം മോഡൽ. അപ്പോൾ ഈ റൂദർഫോർഡിൻ്റെ ആറ്റം മോഡൽ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നില്ല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങളോട് എക്സ്പ്ലെയിൻ റൂദർഫോർഡ്സ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്താ പറയും? വലിച്ചു വാരി എല്ലാം എഴുതാൻ നിൽക്കണ്ട, നിങ്ങൾ മാർക്ക് നോക്കുക. ഒരു മാർക്കിനാണ് ഇത് കഴിഞ്ഞ ഫൈനൽ എക്സാമിന് ചോദിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങളത് ജസ്റ്റ് എക്സ്പെരിമെൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ മതി. എന്താ എക്സ്പെരിമെൻറ്റ്? He took a source of alpha particles and bombarded into the gold foil to study the structure of atom. ഇതാണ് റൂദർഫോർഡിൻ്റെ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. ചിലപ്പോൾ ഇത് 3 മാർക്കിനൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് പറയാം. അതിനുശേഷം എന്ത് ചെയ്യണം? അതിൻ്റെ ഒബ്സർവേഷൻസ് എഴുതുക. അതിനുശേഷം അതിൻ്റെ കൺക്ലൂഷൻസ് എഴുതുക. 3 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ കേട്ടോ. 1 മാർക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി, അതിലപ്പുറത്തേക്ക് ഒന്നും എഴുതാൻ നിൽക്കണ്ട. റെഡി? ഇനി question നോക്കിക്കേ. In Rutherford scattering experiment, most of the alpha particle go unscattered. Unseated അല്ല കേട്ടോ, unscattered ആണേ. Unscattered, while some of them are scattered through large angles. What can be concluded from this? എന്താ സംഭവം? നിങ്ങൾക്ക് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങളോട് എന്ത് എഴുതാനാണ് പറയുന്നത്? നിങ്ങളോട് പറ കൺക്ലൂഷൻ എഴുതാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ അവിടെ ഒബ്സർവേഷൻ? മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഗോ അൺസ്കാറ്റേർഡ് ആണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ദ ആറ്റം ഇസ് എംപ്റ്റി അല്ലേ? ഇനി അടുത്ത എന്താ? സം ഓഫ് ദം ആർ സ്കാറ്റേർഡ് ത്രൂ ലാർജ് ആംഗിൾസ്. അതെന്താ തരുന്നത്? ദർ ഈസ് എ പോസിറ്റീവ് ചാർജ് പ്രസൻറ്റ് അല്ലേ? ഒരു പോസിറ്റീവ് ചാർജ് ഇസ് പ്രസൻറ്റ് ഇൻസൈഡ് ദി ആറ്റം കോൾഡ് ന്യൂക്ലിയസ് ആൻഡ് ഓൾ ദ മാസ് റിസൈഡ് ഇൻസൈഡ് ദിസ് ന്യൂക്ലിയസ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഒബ്സർവേഷൻസ് തരും, എന്നിട്ട് അതിൽ നിന്ന് നിങ്ങളോട് കൺക്ലൂഷൻസ് എഴുതാൻ വേണ്ടിയിട്ടും ആ ടൈപ്പിൽ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതൊരു കഴിഞ്ഞ 2023 മോഡൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി
Size of the atom in Thomson's model is dash the atomic size in Rutherford's model. J.J. Thomson's മോഡലും റൂദർഫോർഡ് മോഡലും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആറ്റത്തിൻ്റെ സൈസ് എങ്ങനെയായിരുന്നു? അതായത് റൂദർഫോർഡ് മോഡലും തോംസൺസ് മോഡലും രണ്ടിലും ഒരേ സൈസാണ് ആറ്റത്തിന്. ആറ്റത്തിൻ്റെ സൈസിലൊന്നും എന്തില്ല, ഒരു വ്യത്യാസവും ഇല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഡിഫറെൻറ്റ് ഫ്രം റൂദർഫോർഡ് മോഡൽ കേട്ടോ. ഇത് 2020 മാർച്ചിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. സോ അങ്ങനെ റൂദർഫോർഡ് മോഡൽ അവതരിപ്പിച്ച സമയത്ത് ആൾ നമുക്ക് 2 ടേംസും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചും അതുപോലെ തന്നെ ഇമ്പാക്റ്റ് പാരാമീറ്ററും. ഈ 2 ടേംസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് നമുക്ക് ഏകദേശം ഒരു ന്യൂക്ലിയസിൻ്റെ സൈസിനെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇമ്പാക്റ്റ് പാരാമീറ്റർ ആക്ച്വലി നമുക്ക് സ്കാറ്ററിങ് ആംഗിളിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സഹായിക്കും. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ ന്യൂക്ലിയസിൻ്റെ എത്രത്തോളം അടുത്ത് വരെ പോയിട്ടുണ്ട്, ആ ഒരു ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് അഥവാ R0 എന്ന് നമ്മൾ വിളിക്കുന്നത്. സപ്പോസ് ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്, ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ് കേട്ടോ. ഇതാണ് ന്യൂക്ലിയസിൻ്റെ ഓർബിറ്റ്. നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്നാണ് വരുന്നത്. ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ വരുന്ന സമയത്ത് ശ്രദ്ധിച്ചു, ആൽഫ പാർട്ടിക്കിൾ ഇവിടെ നിന്നാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എത്തി. ഇയാൾ ഇവിടെ പോയി തട്ടിയിട്ടാണോ തിരിച്ചു വരിക? ആയിരിക്കില്ല. കാരണം ഇയാൾ പോസിറ്റീവ് ചാർജാണ്, ഇയാളും പോസിറ്റീവ് ചാർജാണ്. ഭയങ്കര റിപ്പൾഷൻ ആയിരിക്കും. അല്ലട മക്കളെ. അപ്പോൾ ഈ റിപ്പൾഷൻ നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാം? ഇയാൾ ഏകദേശം ഇവിടെ എത്തിയതിന് ശേഷം തിരിച്ചിങ്ങോട്ടേക്കിന് വരും അല്ലേ? അപ്പോൾ ഇവിടെ എത്തുമ്പം ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? R0 അഥവാ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് നമ്മൾ വിളിക്കുന്നത്. ന്യൂക്ലിയസിൻ്റെ എത്രത്തോളം അടുത്ത് വരെ നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ പോയിട്ടുണ്ട്, ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് ആണ് R0 അഥവാ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. റെഡിയാണോ? ഈ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിന് ഒരു ഇക്വേഷനൊക്കെ ഉണ്ട്. ഇത് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടാന്നേ ഞാൻ പറയൂ, ബിക്കോസ് ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല കേട്ടോ. ഇനി ചോദിക്കുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല, ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. അത്രയേ ഉള്ളൂ. ഒരു 5% ചോദിച്ചാലായി, 95% ചോദിക്കില്ല. സോ R0 is equal to 2ZE²/4πε0 കൈനറ്റിക് എനർജി ആണ് ഇക്വേഷൻ. Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അറ്റോമിക് നമ്പറാണ്. E എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ചാർജാണ്. 1/4πε0 നിങ്ങൾക്ക് അറിയാം. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ആൽഫ പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജിയാണ്. റെഡി? ഇനി നെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന സാധനം എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് പാരാമീറ്റർ ആണ്. ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ന്യൂക്ലിയസ്, ഇത് നമ്മുടെ ആറ്റത്തിൻ്റെ ഓർബിറ്റ്, ഇത് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ. റെഡി? എടാ ഇതാണ് ആൽഫ പാർട്ടിക്കിളിൻ്റെ സെൻറ്റർ, ഐ മീൻ സെൻറ്റർ ഓഫ് ദി ആറ്റം അല്ലേ? ഇതാണ് സെൻറ്റർ ഓഫ് ദി ആറ്റം. ഞാൻ ഇപ്പോൾ വരച്ച പച്ച ലൈൻ. ഈ ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യുവാണ്? ഇവിടെ നിന്നാണ് പോകണമെന്ന് വിചാരിക്കുക. ആൽഫ പാർട്ടിക്കിൾ ഇവിടെ നിന്നാണ് പോണത്. ഈ ആൽഫ പാർട്ടിക്കിൾ എന്താ ചെയ്യുക? ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, എങ്ങനെ പോയി? അങ്ങനെ പോകും. എങ്ങനെ പോകും? ഇതാ ഇങ്ങനെ പോയി ഇവിടെ എത്തിയാൽ ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് പോകും. ഇങ്ങനെയല്ലേ ആൽഫ പാർട്ടിക്കിൾ പോവാ അല്ലേ? ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റ് ചെയ്ത് പോകും. എടാ ഈ പോയ ആൽഫ പാർട്ടിക്കിളിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി വെക്റ്റർ ഏതാണ്? ഈ പോയ ആൽഫ പാർട്ടിക്കിളിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി വെക്റ്റർ അല്ലേ ഇതാ ഈ കാണുന്നത് അല്ലേ? ഇനീഷ്യൽ വെലോസിറ്റി വെക്റ്റർ അല്ലേ ഈ കാണുന്നത്? ആണോ? ഇനീഷ്യൽ വെലോസിറ്റി വെക്റ്റർ അല്ലേടാ? ഈ ആൽഫ പാർട്ടിക്കിളിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി വെക്റ്ററും സെൻറ്റർ ഓഫ് ദ ആറ്റവും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇമ്പാക്റ്റ് പാരാമീറ്റർ അഥവാ B എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആൽഫ പാർട്ടിക്കിളിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി വെക്റ്ററും നമ്മുടെ സെൻറ്റർ ഓഫ് ദ ആറ്റവും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? ശ്രദ്ധിച്ചോ, ഞാൻ പറയാണ് ഇമ്പാക്റ്റ് പാരാമീറ്റർ 0 ആണ്. അപ്പം നമുക്ക് സ്കാറ്ററിങ് ആംഗിളിനെ കുറിച്ച് പറയാൻ പറ്റും. എങ്ങനെ? എടാ ഇമ്പാക്റ്റ് പാരാമീറ്റർ 0 ആണെന്നുണ്ടെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ എവിടെ നിന്നാണ് പോണത്? സെൻറ്ററിൽ നിന്നായിരിക്കും. അപ്പോൾ ഇത് സെൻറ്ററിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നേരെ പോയി ഇടിച്ച് നേരെ ബാക്കോട്ട് വരും. അപ്പോൾ തീറ്റ എത്ര ആയിരിക്കും? 180 ഡിഗ്രി അല്ലേ? തീറ്റ വിൽ ബി 180 ഡിഗ്രി. സപ്പോസ് ഈ പറഞ്ഞ ആൽഫ ഈ B എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി വെരി ഗ്രേറ്റർ ദാൻ R0, അതായത് ഇമ്പാക്റ്റ് പാരാമീറ്റർ വളരെ വലുതാണ്. വളരെ വലുതാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഭയങ്കര ലാർജാണ്. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ ഇവിടുന്ന് എവിടുന്ന് പോവുക? സാധനം ഇങ്ങനെ പോയി ഇങ്ങനെ അങ്ങ് പൊക്കോളൂല്ലേ, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ സ്കാറ്ററിങ് ആംഗിളിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? തീറ്റ വിൽ ബി 0 ഡിഗ്രി. അപ്പോൾ ഇതേപോലെ ഇമ്പാക്റ്റ് പാരാമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും? സ്കാറ്ററിങ് ആംഗിളിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള 2 ഇമ്പോർട്ടൻറ്റ് ടേംസും നമുക്ക് ആര് തന്നിട്ടുണ്ട്? റൂദർഫോർഡ് തന്നിട്ടുണ്ട്. ഈ ഒരു റീജിയൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക? വാട്ട് വിൽ ബി ദ ആംഗിൾ ഓഫ് സ്കാറ്ററിങ് വെൻ ഇമ്പാക്റ്റ് പാരാമീറ്റർ ഇസ് 0? എന്തായിരിക്കും? B 0 എന്ന സമയത്ത് തീറ്റ വിൽ ബി ഈക്വൽ ടു 180 ഡിഗ്രി. റെഡി ആണോടാ? ക്ലിയർ അല്ലേ?
ഡൺ. സോ റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം ഇങ്ങനെ എല്ലാവരും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിന് കുറേ പ്രശ്നങ്ങൾ വന്നത്. അങ്ങനെ ഡ്രോബാക്സ് ഓഫ് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റമാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അതായത് ഇതുവരെ പറഞ്ഞ സാധനങ്ങളൊക്കെ തെറ്റാണ്. അത് ഫിസിക്സ് പിന്നെ അങ്ങനെയാണല്ലോ, നിങ്ങളെല്ലാം പഠിപ്പിക്കും എന്നിട്ട് ലാസ്റ്റ് പറയും മക്കൾ ഇത് തെറ്റാണ് എന്ന് പറയല്ലേ, ആ സാധനം കേട്ടോ. സോ ഡ്രോബാക്സ് ഓഫ് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം ആണ് ഇനി നമ്മൾ പറയുന്നത് കേട്ടോ. അതായത് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം എന്താണ്? ഇറ്റ് വാസ് എ കംപ്ലീറ്റ് ഫെയിലിയർ. എന്തുകൊണ്ടാണ്? 2 റീസൺസ് ആണ്. ഒന്ന്, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. 2, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി ലൈൻ സ്പെക്ട്രം. റെഡി? പറഞ്ഞുതരാം. സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം, ഇവിടെ ആറ്റത്തിന് സ്റ്റെബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ എന്തായി? ആ ആറ്റം മോഡൽ ഫെയിലായി അല്ലേ. സോ ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം എന്ന് പറയാൻ കാരണം നമ്മുടെ മാക്സ്വെല്ലിൻ്റെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി ഉണ്ടായിരുന്നു. മാക്സ്വെല്ലിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പ്രകാരം ആക്സിലറേറ്റഡ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് എനർജി റേഡിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളാണ്. ആക്സിലറേറ്റഡ് ആണോ? നിങ്ങൾ വിചാരിക്കും വെലോസിറ്റി ഒക്കെ കോൺസ്റ്റന്റ് അല്ലേ, പിന്നെ എങ്ങനെ ആക്സിലറേഷൻ? പക്ഷേടാ, ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന സമയത്ത് ഓരോ സെക്കൻഡിൽ ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ലേ? വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് പറയാം? പാർട്ടിക്കിൾ ആക്സിലറേറ്റഡ് ആണെന്ന് പറയാം. അപ്പോൾ ഇലക്ട്രോൺ എന്താണ്? ഒരു ആക്സിലറേറ്റഡ് ചാർജ്ഡ് പാർട്ടിക്കിളാണ്. ഇത് എന്ത് ചെയ്യുന്നുണ്ടാവും? എനർജി റേഡിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇത് എനർജി റേഡിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനർജി കുറഞ്ഞ് അവസാനം എന്ത് ചെയ്യും? നമ്മുടെ ന്യൂക്ലിയസിൻ്റെ അകത്തേക്ക് വീണു പോകും ഇല്ലേ? ഇങ്ങനെ ചെയ്യൂലേ എന്ന് ചോദിച്ചു. പക്ഷെ ആക്ച്വലി അങ്ങനെ സംഭവിക്കുന്നില്ല. ആക്ച്വലി അങ്ങനെ നടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നടക്കൂലേ എന്ന് ചോദിച്ചപ്പം നടക്കില്ല എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ആർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല? റൂദർഫോർഡിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. രണ്ടാമത്തേന്ന് പറയുന്നത് ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ലൈൻ സ്പെക്ട്രം. എന്താ സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു പ്രിസം എടുക്കുകയാണ്. ആ പ്രിസത്തിൻ്റെ അകത്തേക്ക് നമ്മളൊരു വൈറ്റ് ലൈറ്റ് പാസ് ചെയ്തു. പുറത്തേക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിസ്പേർഷൻ നടന്നിട്ട് നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് കിട്ടും. വിബ്ജിയോർ ഓർഡറിൽ നമുക്ക് കളറൊക്കെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാ കളേഴ്സും ഉണ്ടാവും അല്ലേ? അങ്ങനെ ഒരു ബാൻഡാണ് നമുക്ക് കിട്ടുക. ഇതിൻ്റെ അകത്ത് ഫുൾ കളേഴ്സ്, നിങ്ങൾ കമ്പ്യൂട്ടറിലൊക്കെ അങ്ങനെ ഒരു പാലറ്റ് കാണൂലേ, അതേപോലെ കംപ്ലീറ്റ് കളേഴ്സും ഉള്ള ഒരു ബാൻഡ് നമുക്ക് കിട്ടും. അതിനെയാണ് നമ്മൾ സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. റെഡി? അപ്പോൾ ഈ ആറ്റത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്? ആറ്റത്തിൻ്റെ അകത്തേക്ക് നമ്മളൊരു ലൈറ്റ് കൊടുത്തിട്ട് പുറത്തേക്ക് വരുന്ന ലൈറ്റിൻ്റെ സ്പെക്ട്രം നമ്മൾ എടുത്തു നോക്കിയ സമയത്ത് ശരിക്കും നമ്മൾക്ക് കിട്ടിയത് ലൈൻ സ്പെക്ട്രമാണ്. അതായത് കംപ്ലീറ്റ് കളറുള്ള സ്പെക്ട്രത്തിനെ നമ്മൾ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയും. റൂദർഫോർഡ് പറഞ്ഞു എന്ത്? നമുക്ക് കിട്ടുക കണ്ടിന്യൂസ് സ്പെക്ട്രമാണ്. പക്ഷേ ആക്ച്വലി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ലൈൻ സ്പെക്ട്രമാണ്. ഇതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് അടുത്ത ആറ്റം മോഡലാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി എന്താ ലൈൻ സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാ കളേഴ്സും ഉണ്ട്, കംപ്ലീറ്റ് കളേഴ്സും ഉണ്ടാവും, ഒരു കളേഴ്സും ഇല്ലാത്തുണ്ടാവില്ല. പക്ഷേ ലൈൻ സ്പെക്ട്രം എന്ന് പറയുമ്പം അവിടെ അതിൻ്റെ അകത്ത് ഒരു റെഡിൻ്റെ വര, ഒരു കംപ്ലീറ്റ് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അതിൻ്റെ അകത്ത് ഒരു റെഡ്, ഒരു വയലറ്റ്, ഒരു ഓറഞ്ച്, ഒരു ഓറഞ്ചിലെ ലൈറ്റ് ഷെയ്ഡ്, ഒരു വയലറ്റിൻ്റെ ലൈറ്റ് ഷെയ്ഡ്, ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു ലൈൻസ് മാത്രമേ ഉള്ളൂ. അതായത് കുറച്ച് കളേഴ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു ലൈൻ സ്പെക്ട്രമാണ് ആക്ച്വലി ആറ്റത്തിന് എന്തായിട്ടുണ്ടായിരുന്നത്? കിട്ടിയത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും ആർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല? റൂദർഫോർഡിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 2 ഡ്രോബാക്കും ക്ലിയർ ചെയ്തിട്ട് കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടാണ് നെക്സ്റ്റ് ആറ്റം മോഡൽ നമ്മളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ബോഹർ അവതരിപ്പിച്ചിട്ടുള്ളത്. റെഡി? അപ്പോൾ ബോഹർ മോഡൽ ആറ്റം പഠിക്കുന്നതിന് മുന്നേ ഇങ്ങനെ ചിലപ്പം ഇത് നിങ്ങളുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇയർ ഞാൻ ഇടാൻ മറന്നുപോയി. മെൻഷൻ എനി 2 ഡ്രോബാക്സ് ഓഫ് റൂദർഫോർഡ് ആറ്റം മോഡൽ. ആകെ 2 ഉള്ളൂ. അപ്പോൾ ഈ 2 സാധനം എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാം. റെഡി? അങ്ങനെ റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിന് ശേഷം നമ്മുടെ മുന്നിലേക്ക് ബോഹർ എന്ത് ചെയ്ത നീൽ ബോഹർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് പുതിയൊരു ആറ്റം മോഡൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബോഹർ മോഡൽ ഓഫ് ആറ്റം. എന്താ ഈ ആറ്റം മോഡലിൻ്റെ പ്രത്യേകത? ഈ ആറ്റം മോഡൽ നമുക്ക് 3 പോസ്റ്റ്ലേറ്റുകളായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് റൂദർഫോർഡിൻ്റെ 2 ഡ്രോബാക്കും കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യുന്ന രീതിയിലായിരുന്നു ബോഹർ മോഡൽ ഓഫ് ആറ്റം എന്ത് ചെയ്തിട്ടുള്ളത്? ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആ 3 പോസ്റ്റ്ലേറ്റ് നോക്കാം നമുക്ക്. റെഡി? അപ്പോൾ ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ് ഇതാ പറയുന്നത്. Bohr's first postulate was that an electron in an atom could revolve in certain stable orbits without the emission of any radiant energy. ഈ സ്റ്റേബിൾ ഓർബിറ്റ്സ് വിത്ത് ഫിക്സ്ഡ് എനർജി ആണ് കേട്ടോ, വിത്ത് ഫിക്സ്ഡ് എനർജി. അപ്പോൾ എന്താ സംഭവം? നമ്മുടെ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നത് അങ്ങനെ തോന്നിയ ഓർബിറ്റിലൊന്നുമല്ല. അതായത് റൂദർഫോർഡ് പറഞ്ഞത് എന്താ? ഇനി എനി സർക്കുലർ ഓർബിറ്റ് എന്നാണ്. ഇവിടെ ബോഹർ പറയുന്നത് എന്താ? ഈ പറഞ്ഞ ഓർബിറ്റ്സ് ദേ ആർ സ്റ്റേബിൾ ഓർബിറ്റ്സ്. സ്റ്റേബിളാണ്. ആ ഓരോ ഓർബിറ്റിനും എന്താണ്? ഫിക്സ്ഡ് എനർജിയാണ്. അപ്പോൾ ഒരു ഓർബിറ്റിൻ്റെ എനർജി 1 eV ആണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും 1 eV ആണ്. അതിൻ്റെ അകത്തൂടെ ഒരു ഇലക്ട്രോൺ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോണിൻ്റെ എനർജിയും 1 eV തന്നെയാണ്. അങ്ങനെയുള്ള സ്റ്റേബിൾ ഓർബിറ്റിലാണ് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നത്. ആ റിവോൾവ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നില്ല? ഒരു എനർജിയും റേഡിയേറ്റ് ചെയ്യുന്നില്ല.
അപ്പോൾ റുദർഫോർഡിൻ്റെ ഒന്നാമത്തെ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റത്തിനെയാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്. അതായത് അപ്പം നിങ്ങൾ വിചാരിക്കും മാക്സ്വെല്ലിൻ്റെ തിയറി എവിടെ പോയിന്ന്. ആക്ച്വലി മാക്സ്വെല്ലിൻ്റെ തിയറി എന്താണ്, ക്ലാസിക്കൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയാണ്. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിന് അപ്ലൈ ആവുന്ന സാധനമാണ്. ബോഹർ പറഞ്ഞു ഇത് ക്വാണ്ടം ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനമാണ്, അതുകൊണ്ട് ക്ലാസിക്കൽ തിയറി ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നില്ല, യാതൊരുവിധ റേഡിയേഷൻസും എമിറ്റ് ചെയ്യുന്നില്ല. അത് ഈ സ്റ്റേബിൾ ഓർബിറ്റ്സിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ സ്റ്റേബിൾ ഓർബിറ്റ്സിനെ ഡിഫൈൻ ചെയ്യുന്നതായിരുന്നു രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്. കാരണം റൂദർഫോർഡ് പറഞ്ഞാൽ എന്താ, ഇൻ എനി സർക്കുലർ ഓർബിറ്റ്സ് ആണ്, അതായത് തലങ്ങും വിലങ്ങും എല്ലാ ഓർബിറ്റുകളും ഉണ്ട് അല്ലേ. പക്ഷെ ബോഹർ പറഞ്ഞു എന്ത്, ഈ പോസ്റ്റുലേറ്റിൽ ബോഹർ പറയുവാണ് ഇലക്ട്രോൺ റിവോൾവ്സ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓൺലി ഇൻ ദോസ് ഓർബിറ്റ്സ് ഹൂസ് ആംഗുലർ മൊമെന്റം ഇസ് സം ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. എവിടെ മാത്രമേ നമ്മുടെ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നുള്ളൂ, ഓൺലി ഇൻ ദോസ് ഓർബിറ്റ്സ്. ആ ഓർബിറ്റുകളുടെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആയിരിക്കും. സോ ആംഗുലാർ മൊമെൻറ്റം, ഒരു ഓർബിറ്റ് ഉണ്ടോ, ആ ഓർബിറ്റിൻ്റെ ആംഗുലാർ മൊമെൻറ്റം n×h/2π ആയിരിക്കും. അതായത് 1h/2π ആണെങ്കിൽ ഒന്നാമത്തെ ഓർബിറ്റ്, രണ്ടാമത്തെ ഓർബിറ്റിൻ്റേത് 2×h/2π. ഇതിൽ n എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ഓർബിറ്റിൻ്റെ നമ്പർ. h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, 2π നിങ്ങൾക്ക് അറിയാം. റെഡി? അപ്പോൾ 1.5h/2π ഉണ്ടാവോ? ഇല്ല. 1.25 ഉണ്ടാവോ? ഇല്ല. 2.5 ഇല്ല. 3.4 ഇല്ല. 3.25 അതൊന്നും ഉണ്ടാവില്ല. ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഉള്ള ഓർബിറ്റ്. അപ്പോൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഉള്ള ഓർബിറ്റുകളൊക്കെ പോയി. ഇപ്പോൾ ഫിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് ഓർബിറ്റുകൾ മാത്രം. ആ ഓർബിറ്റിൻ്റെ പ്രത്യേകത എന്താ, അവരുടെ ആംഗുലാർ മൊമെൻറ്റം വിൽ ബി ഈക്വൽ ടു n×h/2π. ആംഗുലാർ മൊമെൻറ്റത്തിന് നമുക്ക് എങ്ങനെ എഴുതാം, mvr ഇസ് ഈക്വൽ ടു n×h/2π. mvr എന്ന് പറയുമ്പോൾ m മാസാണ്, v വെലോസിറ്റി ആണ്, r റേഡിയസ് ആണ്. റെഡി? ഇപ്പോൾ mvr ഇസ് ഈക്വൽ ടു n×h/2π ആണെങ്കിലാണ് അങ്ങനെയുള്ള ഓർബിറ്റുകളെ അവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, അല്ലാത്ത ഓർബിറ്റുകളൊന്നും ഇല്ല. റെഡി? ഇനി അടുത്ത പോസ്റ്റുലേറ്റ്. അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ രണ്ട് പോസ്റ്റുലേറ്റ് നമുക്ക് എന്ത് മനസ്സിലായി, സ്റ്റെബിലിറ്റി റെഡി, ക്ലിയർ, ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിക്ക് ഒരു പ്രശ്നവുമില്ല. ഇനി അടുത്ത റൂദർഫോർഡിൻ്റെ ഡ്രോബാക്ക് എന്തായിരുന്നു, ലൈൻ സ്പെക്ട്രത്തിൻ്റെ ഡ്രോബാക്കാണ്. എന്തുകൊണ്ട് ലൈൻ സ്പെക്ട്രം വരുന്നു, അതാണ് ഇവിടെ ബോഹർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. റെഡി? എന്താ ബോഹർ പറയുന്നത് നോക്കിക്കേ. നമ്മുടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇലക്ട്രോൺസ് ആക്ച്വലി ഇപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ് എന്നുണ്ടെങ്കിൽ ഇതൊരു ഓർബിറ്റ്, ഇത് വേറൊരു ഓർബിറ്റ്. ഓക്കെ, ന്യൂക്ലിയസിലെ ഓർബിറ്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർബിറ്റിൻ്റെ എണ്ണം കൂടുന്ന സമയത്ത് എനർജി കൂടി വരും. അപ്പോൾ ഇയാളുടെ എനർജി 1 eV ആണെന്നുണ്ടെങ്കിൽ ഇയാളുടെ എനർജി 2 eV ആയിരിക്കും, സപ്പോസ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്, ഒന്നാമത്തെ ഓർബിറ്റിൽ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇലക്ട്രോണിന് ഒരു ആഗ്രഹം എന്ത് ചെയ്യണം, 2 eV ഉള്ള ഓർബിറ്റിൽ കയറിയിട്ട് ഒന്ന് റിവോൾവ് ചെയ്യണം. അപ്പോൾ ഇലക്ട്രോൺ വെറുതെ അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. 2 eV ഓർബിറ്റിൽ റിവോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 eV എനർജി ആവശ്യമാണ്. ഇയാളുടെ കയ്യിൽ 1 eV ഉള്ളൂ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും, നമ്മൾ ആറ്റത്തിനൊക്കെ ഒന്ന് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് എനർജി കിട്ടും. അപ്പോൾ ആളൊരു 1 eV എനർജി എടുത്തിട്ട് എന്ത് ചെയ്യും, ഇവിടെ പോയിട്ട് റിവോൾവ് ചെയ്യും. അങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോഴാണ് ആൾക്ക് മനസ്സിലാവുക ഈ പരിപാടി നടക്കില്ല, തിരിച്ച് അയാളുടെ സ്വന്തം വീട്ടിൽ തന്നെ പോകണമെന്ന് തോന്നും. അപ്പോൾ ആളെന്താ ചെയ്യുക, നേരെ ഇങ്ങോട്ട് ചാടും. ഇങ്ങോട്ട് ചാടുന്ന സമയത്ത് ഇവിടെ 1 eV എനർജി ആവശ്യമുള്ളൂ, എക്സ്ട്രാ 1 eV ആളുടെ എനർജി കയ്യിലുണ്ട്. അപ്പോൾ ഈ 1 eV ഓർബിറ്റ് പറയും എക്സ്ട്രാ കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി, അധികമുള്ളൊന്നും ഇവിടെ കയറ്റില്ല എന്ന് പറയും. അപ്പോൾ ഈ എക്സ്ട്രാ 1 eV എനർജി ഇയാൾ എന്ത് ചെയ്യും, ഒരു ഫോട്ടോണായിട്ട് റിലീസ് ചെയ്യും. എന്തായിട്ട് റിലീസ് ചെയ്യും, ഒരു ഫോട്ടോണായിട്ട് റിലീസ് ചെയ്യും. റെഡി? ഈ ഫോട്ടോണിൻ്റെ എനർജി നിങ്ങൾക്കറിയാം hν ആണ് അല്ലേ. ഫോട്ടോണിൻ്റെ എനർജി എന്താ, hν ആണ്. ഇതിന് നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ന്യൂനെ hc/λ എന്ന് എഴുതാം അല്ലേ. hν is equal to hc/λ എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ഓരോ ഫോട്ടോണും ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത്തിന് അസോസിയേറ്റഡ് ആണ് അല്ലേ. ഒരു പെർട്ടിക്കുലർ ഫോട്ടോൺ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഉണ്ടാവും. ആ വേവ് ലെങ്ത് എന്തായിരിക്കും, ഒരു പെർട്ടിക്കുലർ കളറായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ റൂദർഫോർഡിൻ്റെ ആറ്റം മോഡൽ നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് എല്ലാ ഓർബിറ്റുകളും ഉണ്ട്. അപ്പോൾ എല്ലാ എനർജി അവിടെ ഉണ്ടാവും ആണല്ലോ. റൂദർഫോർഡിൻ്റെ ഓർബിറ്റ് ആണെന്നുണ്ടെങ്കിൽ, മോഡലാണെന്നുണ്ടെങ്കിൽ എല്ലാ ഓർബിറ്റുകളും പ്രസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ എനർജി അവിടെ ഉണ്ടാവും. 1.5, 1.25, 1.25 h/2π ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ എല്ലാ ഓർബിറ്റും ഉണ്ടാവും, എല്ലാ എനർജിയും ഉണ്ടാവും, എല്ലാ വേവ് ലെങ്ത്തിലുള്ള ഫോട്ടോണും റിലീസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് റൂദർഫോർഡ് പറഞ്ഞത് അത് കണ്ടിന്യൂസ് സ്പെക്ട്രം ആണെന്നാണ്. റെഡി? പക്ഷെ ഇവിടെ എന്താ സംഭവം, ഇവിടെ ഓർബിറ്റുകൾ സ്റ്റേബിൾ ഓർബിറ്റുകൾ മാത്രമേ ഉള്ളൂ, അവരുടെ എനർജി ഫിക്സ്ഡ് ആണ്. അതുകൊണ്ട് ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത്തിലുള്ള ഫോട്ടോണുകൾ മാത്രമേ അവിടെ റിലീസ് ചെയ്യുള്ളൂ. റെഡി? ഇപ്പോൾ ഒരു ആറ്റത്തിൻ്റെ എനർജി ലെവൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കാലാകാലം ഇങ്ങനെ തന്നെ ആയിരിക്കും. അതിൻ്റെ അകത്ത് നിന്ന് റിലീസ് ചെയ്യുന്ന ഫോട്ടോൺ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ഫോട്ടോൺസ് ആയിരിക്കും അല്ലേ. എല്ലാ വേവ് ലെങ്ത് ഉള്ളതും പറ്റില്ല, കാരണം എനർജി ഡിഫറൻസ് ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള ഫോട്ടോൺ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ.
അല്ലേ? അപ്പോൾ പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഉള്ള ഫോട്ടോൺ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ റിലീസ് ചെയ്യുന്ന ഫോട്ടോണിൻ്റെ എനർജി എന്ന് ഫ്രീക്വൻസി അല്ല കേട്ടോ, എനർജി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, അത് എവിടുന്ന് എവിടേക്കാണോ ചാടുന്നത് ആ രണ്ട് എനർജി ലെവലിൻ്റെ ഡിഫറൻസ്, അതായത് എനർജിയുടെ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ 2 - 1 ആണ് എന്ത്, ഈ പറഞ്ഞ 1 eV. അപ്പോൾ അങ്ങനെ എനർജി ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും ആ റിലീസ് ചെയ്യുന്ന ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പെർട്ടിക്കുലർ എനർജി ഉള്ള ഫോട്ടോൺസ് മാത്രമേ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഫോട്ടോൺസിൻ്റെ പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ പെർട്ടിക്കുലർ വേവ് ലെങ്ത്തുകൾ മാത്രമേ നമ്മുടെ സ്പെക്ട്രത്തിൽ പ്രസൻ്റ് ആയിരിക്കുള്ളൂ. അതുകൊണ്ട് കണ്ടിന്യൂസ് സ്പെക്ട്രം ഉണ്ടാവില്ല, അവിടെ എന്ത് സ്പെക്ട്രമാണ് ഉണ്ടാവുക, ലൈൻ സ്പെക്ട്രമാണ്. ഇത് ബോഹർ എന്ത് ചെയ്തു, നല്ല വൃത്തിക്ക് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. റെഡി? അപ്പം ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ കംപ്ലീറ്റ് ഡ്രോബാക്കും ക്ലിയർ ചെയ്തുകൊണ്ടാണ് ബോഹർ മോഡൽ ഓഫ് ആറ്റം നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. റെഡി? അപ്പം ഈ 3 പോസ്റ്റുലേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്ത്, സ്റ്റേറ്റ് എനി 2 പോസ്റ്റുലേറ്റ്സ്, സ്റ്റേറ്റ് എനി 2 പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോഹർ ആറ്റം മോഡൽ എന്ന് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബോഹർ മോഡലിൻ്റെ 3 പോസ്റ്റുലേറ്റും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, അക്കോർഡിംഗ് ടു ബോഹർ ദി ഇലക്ട്രോൺ ക്യാൻ റിവോൾവ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ഓൺലി ഇൻ ദോസ് ഓർബിറ്റ്സ് വെയർ ആംഗുലാർ മൊമെൻറ്റം ഇസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π, അല്ലേ, h/2π. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, വിച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ക്വാണ്ടൈസ്ഡ് ഇൻ ബോഹർ സെക്കൻഡ് പോസ്റ്റുലേറ്റ്. ബോഹറിൻ്റെ രണ്ടാമത്തെ പോസ്റ്റുലേറ്റിൽ ഏത് ക്വാണ്ടിറ്റിയാണ് ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ളത്? എന്താ ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്വാണ്ടൈസ്ഡ്, അതായത് ക്വാണ്ടിറ്റൈസ്ഡ് എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ പാക്കറ്റ്സ് ഓഫ് എനർജി എന്നുള്ള രീതിയിൽ ഓരോന്നായിട്ട് നമുക്ക് വേർതിരിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഏത് ക്വാണ്ടിറ്റിയാണ് രണ്ടാമത്തെ പോസ്റ്റുലേറ്റിലുള്ളത്? ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റം ഇസ് 1h/2π അല്ലെങ്കിൽ 2h/2π അല്ലെങ്കിൽ 3h/2π. അപ്പം നമുക്ക് 1, 2, 3 എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. സോ ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഏതാണ്? ഇറ്റ് ഈസ് ആംഗുലാർ മൊമെൻറ്റം. മറക്കൂലല്ലോ എൻ്റെ പൊട്ടാസ് മക്കൾ, മറക്കൂലല്ലോ, ആംഗുലാർ മൊമെൻറ്റം. റെഡിയാടാ? ഗുഡ്. ഇനി നോക്കിക്കേ, ഇത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് ചെയ്യാം കേട്ടോ. ആ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇറ്റ് വാസ് ബോഹർ ഹു സജസ്റ്റഡ് ദ സ്റ്റേബിൾ സ്ട്രക്ചർ ഓഫ് ആറ്റം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്വാണ്ടം ഹൈപ്പോത്തസിസ്. അക്കോർഡിംഗ് ടു ഹിം വേർ ക്യാൻ എൻ ഇലക്ട്രോൺ ബി ഒബ്സർവ്ഡ് ഇൻ എൻ ആറ്റം. ഒരു ആറ്റത്തിൽ എവിടെയാണ് നിങ്ങൾ ഇലക്ട്രോൺസിനെ കാണുക? ഓർബിറ്റ്സിൽ. വാട്ട് ഈസ് ദ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ? n × h/2π. ഹൗ സ്പെക്ട്രൽ ലൈൻസ് ആർ പ്രൊഡ്യൂസ്ഡ്? ബോഹറിൻ്റെ 3ാമത്തെ പോസ്റ്റുലേറ്റ്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ സാധനങ്ങൾ എന്ത് ചെയ്യുക, വൃത്തിക്ക് പഠിച്ചു വെക്കുക. ബോഹറിൻ്റെ 3 പോസ്റ്റുലേറ്റുകളും പഠിക്കുക. ആൻഡ് നമ്മുടെ ഇലക്ട്രോൺ ഉണ്ടാവുക ഓർബിറ്റുകളിലാണ്. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് n × h/2π ആയിരിക്കും. ക്ലിയർ ആണല്ലോടാ? ഇതിൽ 3 പോസ്റ്റുലേറ്റും വരും കേട്ടോ ഈ ക്വസ്റ്റ്യനിൽ. റെഡി? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽക്കുലേഷൻസിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അതായത് ബോഹർ മോഡൽ ഓഫ് ആറ്റം പ്രകാരം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഓർബിറ്റിൻ്റെ റേഡിയസ് എങ്ങനെ, ആ ഓർബിറ്റിൽ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി, അവിടുത്തെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കംപ്ലീറ്റ് സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു ഓർബിറ്റിൻ്റെ റേഡിയസുകളും വെലോസിറ്റിയും എനർജിയും ഒക്കെ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്തെടുക്കാൻ പോവാണ്. റെഡിയാണല്ലോ? അപ്പോൾ റേഡിയസിൻ്റെ ഇക്വേഷൻ, വെലോസിറ്റിയുടെ ഇക്വേഷൻ, എനർജിയുടെ ഇക്വേഷൻ, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഡെറിവേഷൻസ് ആക്ച്വലി ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. പക്ഷേ ഈ ഡെറിവേഷൻസ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. അതായത് ഇതുവരെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ ക്വസ്റ്റ്യൻ പോലും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഡെറിവേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ പറയുന്നില്ല. നമ്മുടെ ഫൈനൽ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യുമ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇക്വേഷൻ എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, ഡെറിവേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ വേണ്ട കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അത് റെഫർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് ഡെറിവേഷൻ ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് നമ്മളത് പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. ആക്ച്വലി ഇനി അത് പഠിക്കണം നിർബന്ധമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് അത് വേറെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇടാം കേട്ടോ, അന്നേരം നിങ്ങൾക്ക് പഠിക്കാം. സോ റേഡിയസിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി ഈ ഒരു എല്ലാ ഡെറിവേഷൻസിനും നമ്മൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 2 ഇക്വേഷൻസ് ആണ് കേട്ടോ ഉള്ളത്. 2 ഇക്വേഷൻസ് എന്ന് പറയുമ്പം ഏകദേശം ഒരു നമ്മുടെ MVR = NH/2π എന്നുള്ളൊരു ഇക്വേഷൻ. പിന്നെ നമ്മൾ തുടക്കത്തിൽ റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് FC = FE എന്നൊരു ഇക്വേഷൻ. അതായത് mv²/r ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുമ്പം 1/4πε0 എന്ത് വരും, നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ചാർജ് ZE², 1/4πε0 ZE²/r². ഈ 2 ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ഡിറൈവ് ചെയ്തെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് അതിൽ V കാണാൻ പറ്റും, R കാണാൻ പറ്റും. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ റേഡിയസിൻ്റെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത്ര പഠിച്ചു വെക്കുക, 0.53 n²/z ആങ്സ്ട്രം.
റേഡിയസ് എങ്ങനെ കാണാൻ പറ്റും? 0.53 n²/z ആങ്സ്ട്രം. ഇതിൽ n എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ഓർബിറ്റിൻ്റെ നമ്പറാണ്. z എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പറാണ്. അപ്പോൾ നിങ്ങൾ ഹൈഡ്രജൻ ആണെന്നുണ്ടെങ്കിൽ z എത്രയാ? 1 ആണ്. നമ്മുടെ എന്താ പറയുക ലിഥിയം ആണെന്നുണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ എത്രയാണ്? 3 ആണ്. അപ്പോൾ ഏതാണോ നിങ്ങൾ എടുക്കുന്ന ആറ്റം, നിങ്ങൾക്ക് അധികം ഹൈഡ്രജൻ മാത്രമേ ചോദിക്കുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ഇതുവരെ ചോദ്യം വന്നിട്ടില്ല. വരുവാണെങ്കിൽ അതിൻ്റെ അറ്റോമിക് നമ്പർ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഏതൊരു ആറ്റം ആണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക? ഇതിലേക്ക് കൊടുക്കുക. n എത്രയാണെന്ന് കൊടുക്കുക, z എത്രയാണെന്ന് കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ആങ്സ്ട്രമിലായിരിക്കും ഈ ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ. 0.53 n²/z ആങ്സ്ട്രം. ഇനി നോക്കിക്കേ, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ z എന്താണ്? 1 ആണ്. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറി? 0.53 n² ആങ്സ്ട്രം എന്നായിട്ട് മാറി അല്ലേ? z 1 ആയിട്ട് പോയി. അപ്പോൾ n = 1 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓർബിറ്റിൻ്റെ റേഡിയസ് കിട്ടും. ദാറ്റ് ഇസ് 0.53 × 1² ആണ്. ദാറ്റ് ഇസ് 0.53 ആങ്സ്ട്രം. ഈ വാല്യൂക്കാണ് നമ്മൾ A0 അഥവാ ബൊഹർ റേഡിയസ് എന്ന് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. R0 എന്നും A0 ഒക്കെ പറയാറുണ്ട്. ദാറ്റ് ഇസ് ബൊഹർ റേഡിയസ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഒന്നാമത്തെ ഓർബിറ്റിനെയാണ് നമ്മൾ ബൊഹർ റേഡിയസ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഇസ് 0.53 ആങ്സ്ട്രം. അപ്പം നിങ്ങൾ നോക്കിക്കേ, രണ്ടാമത്തെ ഓർബിറ്റിൻ്റെ റേഡിയസ് നമ്മൾ കാണുകയാണ്. n = 2 കൊടുക്കുക. അപ്പോൾ R2 = 0.53 × 2² ആണ്. ദാറ്റ് ഇസ് 4 അല്ലേ? 2² എന്ന് പറയുമ്പോൾ എത്ര വരും? 4 ആങ്സ്ട്രം വരും. എടാ 0.53 എന്ന് പറയുന്നത് A0 ആണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓർബിറ്റിനെ എങ്ങനെ എഴുതാം? 4A0 എന്ന് എഴുതാൻ പറ്റുമല്ലോ? പറ്റൂലേ? ഇനി സപ്പോസ് ഇത് തേർഡ് ഓർബിറ്റ് ആണ്. എടാ R3 = 0.53 × 3² എന്താണ്? 9. അപ്പോൾ 9 × 0.53 ആങ്സ്ട്രം വരും, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും എടാ? 9A0 അല്ലേ? സോ നിങ്ങളോട് ഏത് ഓർബിറ്റിൻ്റെ റേഡിയസ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബൊഹർ റേഡിയസ് വെച്ചിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ആ ഓർബിറ്റിനെ n² ചെയ്താൽ മതി. ഇപ്പോൾ രണ്ടാമത്തെ ആണെങ്കിൽ 2² × A0, മൂന്നാമത്തെ ഓർബിറ്റ് ആണെങ്കിൽ 3² × A0, നാലാമത്തെ ഓർബിറ്റ് ആണെങ്കിൽ 4² × A0. A0യുടെ വാല്യൂ എത്രയാണ്? 0.53 ആങ്സ്ട്രം. ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ മനസ്സിലാവും. ഇഫ് റേഡിയസ് ഓഫ് ഫസ്റ്റ് ഇലക്ട്രോൺ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ഇസ് A0, റേഡിയസ് ഓഫ് സെക്കൻഡ് ഇലക്ട്രോൺ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ഈസ് വാട്ട്? ഒന്നാമത്തേത് A0 ആണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഇലക്ട്രോൺ ഓർബിറ്റിൻ്റെ ഓർബിറ്റിൻ്റെ റേഡിയസ് എന്താണ്? എടാ സെക്കൻഡ് ഓർബിറ്റിന് എന്ത് ചെയ്താൽ മതി? A0 × n² ചെയ്താൽ മതി. പോരെ? രണ്ടാമത്തെ ഓർബിറ്റ് ആകുമ്പോൾ n 4 ആണ്. സോ ആൻസർ എത്രയായിരിക്കും? 4A0 ആയിരിക്കും. ക്ലിയർ അല്ലേ സാധനം? ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നേരത്തെ വിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കുക. ആൻ ഇലക്ട്രോൺ ഇസ് റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം ഇൻ എൻ ഓർബിറ്റ് ഓഫ് റേഡിയസ് 9 times ദ റേഡിയസ് ഓഫ് ദി ഫസ്റ്റ് ഓർബിറ്റ്. ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ദിസ് ഓർബിറ്റ് ഈസ്. ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് n × h/2π ആണ്. ഇപ്പോൾ n എന്ന് പറയുന്നത് ഓർബിറ്റിൻ്റെ നമ്പറാണ്. നിങ്ങൾക്ക് ഓർബിറ്റിൻ്റെ നമ്പർ കിട്ടണം. അതിനുള്ള എന്ത് സാധനമാണ് തന്നിട്ടുള്ളത്? റേഡിയസ് 9 times ദ റേഡിയസ് ഓഫ് ഫസ്റ്റ് ഓർബിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നത് n² A0 എന്ന് പറയുന്നത് എന്താണ്? 9A0 ആണെന്നാണ് തന്നിട്ടുള്ളത് അല്ലേ? n² A0 ആണ് നമ്മൾ എന്നാമത്തെ ഓർബിറ്റിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അത് ഈസ് ഈക്വൽ ടു 9 × A0 എന്നാണ് ക്വസ്റ്റ്യൻ. അല്ല 9A0 ആണ് അതിൻ്റെ റേഡിയസ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നത്. വിച്ച് മീൻസ് n² എന്താടാ? 9 ആണ്. അപ്പോൾ n = 9ന്റെ റൂട്ട് ദാറ്റ് ഇസ് 3. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടി? 3 ആണെന്ന് കിട്ടി. അപ്പോൾ ആൻസർ എന്താണ്? 3h/2π. ഓപ്ഷൻ 4 വരും. ക്ലിയർ ആണോ ഈ സാധനം? ഇത്രയേ ഉള്ളൂ റേഡിയസിൻ്റെ ഒരു ഇക്വേഷൻ കാൽക്കുലേഷൻ ഒക്കെ വെച്ച് നിങ്ങൾക്ക് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 2.18 × 10⁶ z/n m/s ആണ്. 2.18 × 10⁶ z/n m/s. അപ്പോൾ ഈ z എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ, n എന്ന് പറയുന്നത് ഓർബിറ്റിൻ്റെ നമ്പർ. അപ്പോൾ നമ്മൾ ഏതാണോ ഓർബിറ്റിൻ്റെ നമ്പർ കൊടുക്കുക, നിങ്ങൾക്ക് അവിടുത്തെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. റെഡി ആണല്ലോ? ഇത് വെച്ചിട്ട് ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ചിലപ്പം ചോദിക്കും വാട്ട് ഇസ് ദ വെലോസിറ്റി ഓഫ് സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. നിങ്ങൾ എന്നെ കാണും n = 2 കൊടുക്കുന്നു, z = 1 കൊടുക്കുന്നു, ജസ്റ്റ് 2.18 × 10⁶ × 1/2 ഇതിൻ്റെ ഹാഫ് എടുക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. റെഡി? യെസ്. ഇനി നമ്മൾ പോകുന്നത് എനർജിയിലേക്കാണ്. ഇപ്പോൾ എനർജീനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൊഹറിൻ്റെ പോസ്റ്റ്ലേറ്റിൽ എന്താ പറഞ്ഞത്? എനർജി ഈസ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ എനർജി ഈസ് ഫിക്സ്ഡ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ആരുടെ എനർജി? നമ്മുടെ ഓർബിറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫിക്സ്ഡ്. സോ
ഈ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെറിവേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഡെറിവേഷൻസ് നമ്മളിവിടെ പറയുന്നില്ല, നമ്മളിവിടെ ടോട്ടൽ എനർജിയുടെ ഫോമുലയാണ് പറയുന്നത്. ആ ടോട്ടൽ എനർജി വെച്ചിട്ട് നിങ്ങൾക്ക് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു സാധനം കൂടെ ഞാൻ പറഞ്ഞുതരും. റെഡി? ഇതിൻ്റെ ഡെറിവേഷൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടാൽ മതി, കാരണം ഇത് ചോദിക്കാൻ ഒരു സാധ്യതയില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ പറഞ്ഞ് വെറുതെ നിങ്ങളെ വെറുപ്പിക്കാത്തത്. ഓക്കെ, സോ ടോട്ടൽ എനർജി ഓഫ് ഇത് ഒരു ആറ്റത്തിൻ്റെ ടോട്ടൽ എനർജി അല്ലെങ്കിൽ ഒരു ഓർബിറ്റിൻ്റെ ടോട്ടൽ എനർജി കാണാനുള്ള ഇക്വേഷനിലേക്കാണ് നമ്മൾ പോണത്. എടാ, ടോട്ടൽ എനർജി ഇസ് ഗിവൺ ആസ് -13.6 by n square into z square EV. Total energy is equal to -13.6 into z square by n square EV. വേണമെങ്കിൽ ആ n square അപ്പുറത്ത് കൊടുത്തു, അപ്പോൾ കുറച്ചുകൂടി ഒരു കൺഫ്യൂഷൻ കുറയും. ഓക്കെ, ബൈ n square എന്നുള്ളത് നമുക്ക് അപ്പുറത്ത് കൊടുക്കാം, ബൈ n square. സോ -13.6 ഇൻറ്റു z സ്ക്വയർ ബൈ n സ്ക്വയർ EV ആണ് എന്ത്, ടോട്ടൽ എനർജിയുടെ ഫോമുല എന്ന് പറയുന്നത്. റെഡിയാണോ ഈ സാധനം? റെഡി? അപ്പോൾ ഇവിടെ നിങ്ങളൊരു മൈനസ് സൈൻ കാണുന്നുണ്ടാവും. ഈ നെഗറ്റീവ് സൈൻ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഇലക്ട്രോൺ ഈസ് ബൗണ്ടഡ് ടു ദ ന്യൂക്ലിയസ്. അതായത് ഒരു പെർട്ടിക്കുലർ എനർജി വെച്ചിട്ട് നമ്മുടെ ഇലക്ട്രോണിനെ ന്യൂക്ലിയസ് എന്ത് ചെയ്തതാണ്, പിടിച്ച് വെച്ചേക്കുവാണ് എന്നാണ് ആ മൈനസ് സൈൻ സൂചിപ്പിക്കുന്നത്. റെഡി? റെഡി? സോ ഇതാണ് നമ്മുടെ ടോട്ടൽ എനർജിയുടെ ഫോമുല. ഈ ടോട്ടൽ എനർജി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഒക്കെ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. കുട്ടൂസൻ ഉണ്ടായിരുന്നു. കുട്ടൂസിൻ്റെ ലൈൻ എന്ത് ചെയ്തു? പൊട്ടി. കുട്ടൂസിൻ്റെ ലൈൻ എന്ത് ചെയ്തു? പൊട്ടി. അങ്ങനെ കുട്ടൂസൻ എന്ത് ചെയ്തു? 2 എണ്ണം കെട്ടി. കുട്ടൂസൻ്റെ ലൈന് പൊട്ടി, കുട്ടൂസൻ 2 എണ്ണം കെട്ടി. അപ്പോൾ എന്ത് ചെയ്തു? കുട്ടൂസൻ ആകെ നെഗറ്റീവ് അടിച്ചു. അങ്ങനെ നെഗറ്റീവ് അടിച്ചു, കുട്ടൂസൻ്റെ 2ഉം തെറ്റി. 2 കെട്ടിയതും 2ഉം തെറ്റി. ഈ നെഗറ്റീവ് അടിക്കുന്നത് ആക്ച്വലി എനിക്ക് വേറൊരു കുട്ടി പറഞ്ഞു തന്നെ കേട്ടോ. ഇന്നലെ ക്ലാസ് എടുത്ത സമയത്ത്, ലൈവ് എടുത്ത സമയത്ത് വേറൊരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, മിസ് ആ നെഗറ്റീവിന് ഇങ്ങനെ കൊടുത്തൂടെ. അല്ലെങ്കിൽ ഞാൻ പറയാനുള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി പൊട്ടി, 2 കെട്ടി, 2 തെറ്റി, നടുവിലൊരു മൈനസ് എന്നാണ് പറയുക. അപ്പോൾ ആ മൈനസ് അവൻ പറഞ്ഞതെന്നാണ്, മൈനസിന് ഇങ്ങനെ പറഞ്ഞാൽ മതി മിസ്, ആകെ നെഗറ്റീവ് അടിച്ചിട്ട് തെറ്റിപ്പോയതാണെന്ന് പറഞ്ഞാൽ മതിയെന്ന്. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു കൈനറ്റിക് എനർജി ഈക്വൽ ടു 2 ഇൻറ്റു ടോട്ടൽ എനർജി. അപ്പോൾ പൊട്ടി, -2 കെട്ടി, 2 തെറ്റി. ഈ സാധനം ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ടോട്ടൽ എനർജി എനിക്ക് തന്നിട്ടുണ്ടാവുക, എന്നിട്ട് നിങ്ങളോട് കൈനറ്റിക് എനർജി ചോദിക്കും. നിങ്ങൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി? -2 കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ടോട്ടൽ എനർജി. മതി? മതി? റെഡി? നിങ്ങൾക്ക് കൈനറ്റിക് എനർജി തന്നു, പൊട്ടൻഷ്യൽ എനർജിയാണ് ചോദിച്ചത്. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുക? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു കൈനറ്റിക് എനർജി. റെഡി? നിങ്ങൾക്ക് ടോട്ടൽ എനർജി തന്നു, പൊട്ടൻഷ്യൽ എനർജിയാണ് ചോദിച്ചത്. ഏത് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ടോട്ടൽ എനർജി. അപ്പോൾ നിങ്ങൾക്ക് ഏത് തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? മറ്റത് കാണാൻ പറ്റും. റെഡി? അതുകൊണ്ട് വെറുതെ ആ കുറേ ഇക്വേഷൻസ് ഒന്നും പഠിക്കേണ്ട ഒരു ആവശ്യമില്ല, ഈ സാധനം പഠിച്ചു വെച്ചാൽ മതി. റെഡിയാണോ? ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം. എടാ, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ Z എന്താണ്? 1 ആണ്. അപ്പോൾ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി? -13.6 Z സ്ക്വയർ 1 ആയി, ബാക്കി n സ്ക്വയർ ഉണ്ടാവും. -13.6 ബൈ n സ്ക്വയർ EV എന്നായിട്ട് മാറും ഇക്വേഷൻ. റെഡി? റെഡി? ഒന്നാമത്തെ ഓർബിറ്റ് ആണ്, n ഈക്വൽ ടു 1 ആണ്. ടോട്ടൽ എനർജി എത്രയായിരിക്കും? 1 സ്ക്വയർ ആണ്. സോ -13.6 EV വരും. റെഡി? രണ്ടാമത്തെ ഓർബിറ്റ് n ഈക്വൽ ടു 2 ആണ്. So -13.6 divided by 2 square, that is 4 EV, which is equal to -3.4 EV വരും. റെഡിയാണോ? അടുത്ത ഓർബിറ്റ് n ഈക്വൽ ടു 3. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു -13.6 divided by 3 square ആണ്, that is 9, which is equal to -1.51 EV. റെഡിയാണോ? ഇനി n ഈക്വൽ ടു 4 ആണടാ. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു -13.6 by 4 square ആണ്, that is 16, which is equal to -0.85 EV. കാണുന്നുണ്ടോ നമ്മൾ? കാണുന്നുണ്ടോ? റെഡി? സോ ടോട്ടൽ എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം കാണുന്ന സമയത്തടാ ഒന്ന് നോക്കിക്കേ, ഏതൊരു ഹൈഡ്രജൻ ആറ്റം നിങ്ങൾ ഏത് ചപ്പുന്നൊക്കെ ചവറുന്നോ എവിടുന്നോ കൊട്ടാരത്തുനിന്നോ എടുത്തോ, ഏത് ഹൈഡ്രജൻ ആറ്റം ആണെന്നുണ്ടെങ്കിലും അതിന് ഒന്നാമത്തെ ഓർബിറ്റിൻ്റെ എനർജി എപ്പോഴും -13.6 ആണ്. രണ്ടാമത്തെ ഓർബിറ്റിൻ്റെ എനർജി എപ്പോഴും -3.4 ആയിരിക്കും. മൂന്നാമത്തെ ഓർബിറ്റിൻ്റെ എനർജി എപ്പോഴും -1.51 ആയിരിക്കും. കാരണം വേറൊരു ഫാക്ടർ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതാണ് ബോഹർ പറഞ്ഞത്, എനർജി ഈസ് ഫിക്സ്ഡ് ഫോർ എനി ഓർബിറ്റ്. റെഡിയാണോ? റെഡിയാണോ? യെസ്. ക്ലിയർ അല്ലേ ഇവിടെ മക്കളെ? ക്ലിയർ അല്ലേടാ മക്കളെ? അങ്ങനെയാണെങ്കിൽ എനർജി ലെവൽ ഡയഗ്രാം ഓഫ് ഹൈഡ്രജൻ ആണ് ഇനി നമ്മൾ നോക്കാൻ പോണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, n ഈക്വൽ ടു 1 ഫിക്സ്ഡ് ആണ്, -13.6, 2 -3.4, 3 -1.51, 4 -0.85. അങ്ങനെ പോയിട്ട് n ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെന്നുണ്ടെങ്കിൽ എനർജി എത്ര ആയിരിക്കും മക്കളെ? -13.6 ബൈ ഇൻഫിനിറ്റിയുടെ സ്ക്വയറാണ്.
എനിത്തിങ് ബൈ ഇൻഫിനിറ്റി ഈസ് സീറോ. അപ്പോൾ എനർജി സീറോ ആണ്. വിച്ച് മീൻസ് വാട്ട്? ഇലക്ട്രോൺ ഇസ് ഫ്രീ ഫ്രം ന്യൂക്ലിയസ് അടാ അല്ലേ? എനർജി സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനർജി ഇലക്ട്രോണിനെ ഇയാൾ പിടിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല. ഇലക്ട്രോൺ ഇസ് ഫ്രീ ഫ്രം ന്യൂക്ലിയസ്. അത് ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. ബട്ട് സി, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം വരും, എന്ത്? നമ്മുടെ ഇലക്ട്രോണിന് ചാടിക്കളി. അപ്പോൾ ഈ n=1 നമ്മൾ പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നാണ്. ഇത് ഫിഗറിൻ്റെ മുകളിൽ വരച്ചിട്ടാണ് ഈ സാധനം ഇങ്ങനെ കളിക്കുന്നത് കേട്ടോ. ഈ n=1 നമ്മൾ പറയുന്ന പേര് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നാണ്. അപ്പോൾ ഇയാൾ ചാടി കളിക്കാൻ തുടങ്ങും. അതായത് ഇയാൾ എന്ത് ചെയ്യും? കുറച്ച് എനർജി കിട്ടിയിട്ട് തൊട്ട് മുകളിലത്തെ ആളിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ആളുടെ എന്ത് നമ്മൾ വിളിക്കുന്നത്? ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്നത് n=2 കേട്ടോ. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. രണ്ടാമത് ഇയാൾക്ക് എക്സൈറ്റ് ചെയ്യാനുള്ള എങ്ങോട്ടാ? n=3 ഇതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കും. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പം അങ്ങനെ പോകും. n=4 നമ്മൾ തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കും. അങ്ങനെ പോകും. റെഡി? അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് സീരീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഡിലീറ്റഡ് പോർഷനാണ്, അതുകൊണ്ട് പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ ഓൾറെഡി കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. അത് ലൈമാൻ, ബാമർ, പാസ്കിൻ, ബ്രാക്കറ്റ്, ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ നമുക്കത് പഠിക്കാനില്ല കേട്ടോ. ഇതാണ് ഹൈഡ്രജൻ്റെ എനർജി ലെവൽ ഡയഗ്രാം എന്ന് പറയുന്നത്. ക്ലിയർ ആണോടാ? അപ്പോൾ നോക്കിക്കേ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ ദ ഫോർത്ത് ഓർബിറ്റ്. സിമ്പിൾ ആണ്. എങ്ങനെ കാണാൻ പറ്റും? എനർജി, ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു -13.6/n² EV ആണ് ഹൈഡ്രജൻ. Z1 ആയതുകൊണ്ട്. അപ്പോൾ n ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കുന്നു? 4 കൊടുക്കുന്നു. അപ്പോൾ -13.6/4². ദാറ്റ് ഈസ് -13.6/16. ദാറ്റ് ഈസ് ഈക്വൽ ടു -0.85 EV. കാൽക്കുലേറ്റർ ചെയ്താൽ മതി. ഓക്കെ, റെഡി? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ടേമിലേക്കാണ് നമ്മൾ പോണത്, വിച്ച് ഇസ് അയണൈസേഷൻ എനർജി. ഒരുപാട് വട്ടം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ടോട്ടൽ എനർജിയിൽ ആ നെഗറ്റീവ് എന്താ ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രോൺ ഇസ് ബൗണ്ടഡ് ടു ദ ന്യൂക്ലിയസ് അല്ലേ? അപ്പോൾ ടോട്ടൽ എനർജി -13.6 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ -13.6 എനർജി കൊണ്ട് ഇലക്ട്രോൺ അതിനെ പിടിച്ചു വെച്ചേക്കുവാണ്. അപ്പോൾ ഈ ഇലക്ട്രോണിന് നമ്മൾ ഒരു +13.6 എനർജി അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ശരി എന്നാൽ ന്യൂക്ലിയസ് ബൈ സി യു, അത്രയേ ഉള്ളൂ. അപ്പോൾ അയോണൈസേഷൻ എനർജി എന്തായിരിക്കും? ടോട്ടൽ എനർജി എത്രയാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആര്? ഈ പറഞ്ഞ അയോണൈസേഷൻ എനർജി. സോ വാട്ട് ഈസ് അയോണൈസേഷൻ എനർജി? ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു ഫ്രീ ആൻ ഇലക്ട്രോൺ ഫ്രം ഇറ്റ്സ് ന്യൂക്ലിയസ്. ഒരു ഇലക്ട്രോണിനെ ഒരു ന്യൂക്ലിയസിൻ്റെ അകത്ത് നിന്ന് ഫ്രീ ആക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി എത്രയാണോ അതിനാണ് നമ്മൾ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. സോ ഒരു ഇലക്ട്രോണിൻ്റെ ടോട്ടൽ എനർജി -13.6 ആണെങ്കിൽ അതിനെ ഫ്രീ ആക്കാൻ നമ്മൾ എത്ര കൊടുക്കേണ്ടി വരും? +13.6 കൊടുക്കേണ്ടി വരും. ഒരു ഇലക്ട്രോണിൻ്റെ ടോട്ടൽ എനർജി -3.4 ആണെങ്കിൽ അതിനെ ഫ്രീ ആക്കാൻ നമ്മൾ എത്ര കൊടുക്കേണ്ടി വരും? +3.4 കൊടുക്കേണ്ടി വരും. സോ എത്രയാണോ അവിടുത്തെ ടോട്ടൽ എനർജി, ആ ടോട്ടൽ എനർജിയുടെ നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഇലക്ട്രോണിനെ ഫ്രീ ആക്കാൻ പറ്റും. അപ്പോൾ -13.6 ആണെങ്കിൽ -13.6 +13.6, -3.4 ആണെങ്കിൽ -3.4, ദാറ്റ് ഈസ് +3.4. ക്ലിയർ ആണോ? ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഡിഫൈൻ അയണൈസേഷൻ എനർജി. ഡെഫിനേഷൻ എഴുതിയാൽ മതി. ദ മിനിമം എനർജി റിക്വയർഡ് ടു ഫ്രീ ആൻ ഇലക്ട്രോൺ ഫ്രം ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇസ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ എനർജി എത്രയാണ്? -13.6 ആണ്. അപ്പോൾ ഫ്രീ ആക്കാൻ എത്ര കൊടുക്കേണ്ടി വരും? +13.6. അപ്പോൾ ഓപ്ഷൻ നമ്പർ സി ആൻസർ വരും. ക്ലിയർ? അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ എഴുതണ്ടേ? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ ആകെ ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ അല്ലേ? ഒറ്റ ഓർബിറ്റ് ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ പിന്നെ എത്ര നോക്കിയാൽ മതി? ഗ്രൗണ്ട് സ്റ്റേറ്റ് മാത്രം നോക്കിയാൽ മതി. ആൻസർ എത്രയായിരിക്കും? +13.6 EV. റെഡി? ഇനി അതെ, വിഷമിക്കേണ്ട, ബോർ മോഡൽ ഓഫ് ആറ്റത്തിനും ഡ്രോബാക്കുകളുണ്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് കൊട്ടി ഘോഷിക്കുമായിരുന്നില്ലേ? ബോഹർ അത് ചെയ്തു, ബോഹർ ഇത് ചെയ്തു, ബോഹർ അതാണ്, ബോഹർ ഇതാണ് ഇല്ലേ? പക്ഷെ അതല്ല. ബോഹറിന് ഒരുപാട് എന്തുണ്ട്? ഡ്രോബാക്കുകളുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ബോഹർ മോഡൽ ഓഫ് ആറ്റം തന്നെയാണ്. കാരണം ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പുതിയൊരു മോഡൽ ഓഫ് ആറ്റം നമുക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്കൊക്കെ ചാൻസ് ഉണ്ട്, വേണമെങ്കിൽ കണ്ടുപിടിച്ചോ. സോ ഡ്രോബാക്സ് ഓഫ് ബോഹർ മോഡൽ ഓഫ് ആറ്റം. അപ്പോൾ എന്തൊക്കെയാണ് ഇയാളുടെ പ്രശ്നങ്ങൾ എന്നാണ്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ മോഡൽ ഓഫ് ആറ്റം ഹൈഡ്രജന് മാത്രമേ പറ്റുന്നുള്ളൂ. അതായത് സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസ്. ഹൈഡ്രജൻ മാത്രമല്ല, ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് അല്ലെങ്കിൽ സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണാണ്. ഓക്കെ, ഇനി ഹീലിയം ഉണ്ട്. ഹീലിയത്തിൽ ആക്ച്വലി എത്ര ഇലക്ട്രോണാണ്? 2 എണ്ണമാണ്. ഹീലിയം പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. റെഡി? ഇനി ലിഥിയം ഉണ്ട്. ലിഥിയത്തിന് 3 ഇലക്ട്രോണാണ്. ലിഥിയം 2+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇലക്ട്രോൺ ആയിട്ട് മാറി. ഇനി ബെറിലിയം ഉണ്ട്. ബെറിലിയത്തിൽ ആക്ച്വലി 4 എണ്ണമാണ്. 3+ ആയി കഴിഞ്ഞാൽ 1 ഇലക്ട്രോൺ ബാക്കിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പീഷീസിന് മാത്രമേ ഈ ബോഹർ മോഡൽ ഓഫ് ആറ്റം അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാക്കി സ്പീഷീസിനൊന്നും ഇത് അപ്ലിക്കബിൾ അല്ല. റെഡിയാണോ? ക്ലിയർ ആണോ? നൗ
ഇനിയോ ഇയാൾക്ക് ഇനി മൾട്ടി ഇലക്ട്രോൺ സ്പീഷീസ്, അതായത് ഹീലിയത്തിൻ്റെ, ലിഥിയത്തിൻ്റെ, ബെറിലിയത്തിൻ്റെ, പ്ലസിൻ്റെ കാര്യമല്ല, അയോൺസിൻ്റെ കാര്യമല്ല പറയുന്നത്, ഹീലിയത്തിൻ്റെ, ലിഥിയത്തിൻ്റെ, ബെറിലിയത്തിൻ്റെ ഒന്നും സ്പെക്ട്രത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയിട്ടില്ല, ബോഹറിന് പറ്റിയിട്ടില്ല. പിന്നെ ഇത് വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺ, ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസിനെ കംപ്ലീറ്റ്ലി ടിഷ്കം തട്ടി മാറ്റി ഒഴിവാക്കുന്നുണ്ട്. ദെൻ വയലേറ്റ്സ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, ഹൈസൻബർഗിൻ്റെ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്, ഒരു ബോഡിയുടെ പൊസിഷനും മൊമെൻറ്റും ഒരേ സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിൽ നമുക്ക് പൊസിഷൻ കാണാം, വെലോസിറ്റി കാണാം, മാസ് കാണാം, എന്താണെങ്കിലും കാണാം, ഒരു കുഴപ്പമില്ല. റെഡി? ഇനി കനോട്ട് എക്സ്പ്ലെയിൻ സ്റ്റാർക്ക് എഫക്റ്റ് ഓർ സീമാൻ എഫക്റ്റ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം ഈ രണ്ട് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ സ്പെക്ട്രൽ ലൈൻസ് ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും പോകുന്ന സമയത്ത് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് സ്റ്റാർക്ക് എഫക്റ്റും സീമാൻ എഫക്റ്റും. ഇത് ഇലക്ട്രിക് ഫീൽഡ്, അത് മാഗ്നറ്റിക് ഫീൽഡ്. പക്ഷേ ഇത് എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും ആർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ബോഹറിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഹൈഡ്രജൻ്റെ ബെസ്റ്റാണ്. ഹൈഡ്രജൻ എന്ത് കാര്യം പറയാനും ബോഹർ നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് പറയാൻ പറ്റും. പക്ഷെ അത് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് വന്നിട്ടില്ല. ഓക്കെ, നൗ സംഭവം ഡി ബ്രോഗ്ലിയുടെ ഹൈപ്പോത്തസിസിനെ ഇയാൾ കൺസിഡർ ചെയ്തില്ലെങ്കിലും ഡി ബ്രോഗ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബോഹറിൻ്റെ ഹൈപ്പോത്തസിസിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ബോഹർ പറഞ്ഞത് എന്തായിരുന്നു, ആംഗുലാർ മൊമെൻറ്റം MVR is equal to n into h/2π എന്നാണ് പറഞ്ഞത് അല്ലേ. MVR is equal to n into h/2π എന്നാണ് നമുക്ക് പറഞ്ഞത്. പക്ഷെ ഇത് എവിടെ നിന്ന് വന്നു ആർക്കും അറിയില്ല. ഇതിനുള്ള എക്സ്പ്ലനേഷനാണ് ആര് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ബോഹർ കൊടുത്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോൺ ഇപ്പം ഇങ്ങനെ ഒരു ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്യും, എന്നിട്ട് അവിടെ സ്റ്റാൻഡിങ് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. +1 വേവ്സിൽ പഠിച്ച സാധനമാണ്, സ്റ്റാൻഡിങ് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡിങ് വേവ്സ് ഇങ്ങനെയാണ് സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡിങ് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ നോഡ്സും ആൻറ്റി നോഡ്സും ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ ഇലക്ട്രോണിനെ കാണാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ പാത്ത് ലെങ്ത് എന്തായിരിക്കണം, n ലാംഡയ്ക്ക് ഈക്വൽ ആയിരിക്കണം. അപ്പോഴേ അവിടെ ഇലക്ട്രോണിനെ കാണാൻ പറ്റുള്ളൂ. റെഡി? അങ്ങനെ അതാണ് കണ്ടീഷൻ. അപ്പോൾ ഈ പാത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ പറഞ്ഞ നമ്മുടെ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന ഓർബിറ്റിൻ്റെ സർക്കംഫറൻസ് ആയിരിക്കും അല്ലേ. ടോട്ടൽ ലെങ്ത് സർക്കംഫറൻസ് 2πr ആണ്. അപ്പോൾ ഏതാണോ ഓർബിറ്റ്, അപ്പോൾ നമ്മൾ 2πrn എന്ന് എഴുതുന്നു, എന്നാമത്തെ ഓർബിറ്റ്, വിച്ച് ഈസ് ഈക്വൽ ടു n ലാംഡ. റെഡി ആണല്ലോ, ക്ലിയർ? എടാ, ഡി ബ്രോഗ്ലിൻ്റെ ഹൈപ്പോത്തസിസ് പ്രകാരം ലാംഡ എന്താണ്, h/mv ആണ്. അത് നമ്മളിവിടെ കൊടുക്കുന്നു. അപ്പോൾ 2πr is equal to n into h/mv എന്നായിട്ട് മാറി. റെഡി? ഞാൻ MVനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, 2πനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ എന്തായിട്ട് മാറി, MVR is equal to nh/2π. സിമ്പിൾ, സോ സിമ്പിൾ. ഇതാണ് ഡി ബ്രോഗ്ലി കൊടുത്തിട്ടുള്ള എക്സ്പ്ലനേഷൻ. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലീസ് എക്സ്പ്ലനേഷൻസ് ഓഫ് ബോഹർ സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് ഓഫ് കോണ്ടൻസേഷൻ, ദ സ്റ്റാൻഡിംഗ് പാർട്ടിക്കിൾ വേവ് ഓൺ എ സർക്കുലർ ഓർബിറ്റ് ഫോർ n equal to 4 is given by what? 2πr is equal to n ലാംഡ ആണ്. എന്നിന് ആര് കൊടുക്കുന്നു, 4 കൊടുക്കുന്നു. സോ 2πr is equal to 4 ലാംഡ. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇത് പണ്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് എ പാർട്ടിക്കിൾ ഇസ് കോൾഡ് ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഫ്രം ബോഹേഴ്സ് പോസ്റ്റുലേറ്റ് ഓഫ് ക്വാണ്ടൈസേഷൻ, arrive at an expression for the wavelength of an orbital electron, comment on the result. നമ്മുടെ ലാംഡ കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിക്കേ, ബോഹറിൻ്റെ പോസ്റ്റുലേറ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ MVR is equal to n into h/2π ആണ്. ഇതിൽ നിന്ന് നിങ്ങളോട് എന്താ പറഞ്ഞത്, ലാംഡ കാണാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ MVR equal to nh/2p ആണെന്നെങ്കിൽ നമ്മൾ 2πനെ ഇങ്ങോട്ട് എടുക്കുന്നു, MVനെ ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ എന്തായിട്ട് മാറി, 2πr is equal to nh/mv എന്നായിട്ട് മാറി. റെഡിയാണോ? അപ്പോൾ h/mv എന്താടാ, ലാംഡയാണ്. അപ്പോൾ n ലാംഡ. സോ ലാംഡ is equal to 2πr, എന്നിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു, 2πr/n. ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ പോയത്, അത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ. ഇത്രയേ ഉള്ളൂ. റെഡി ആണോടാ, ക്ലിയർ ആണോടാ? അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ആറ്റംസ് എന്ന ചാപ്റ്റർ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആറ്റംസ് എന്നുള്ള ചാപ്റ്റർ കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻസ് ആയിട്ടാണ് നമുക്ക് ന്യൂക്ലിയർ എന്ന ചാപ്റ്റർ പഠിക്കാനുള്ളത്. നമ്മൾ വഴിയെ അതും പഠിക്കും, പേടിക്കണ്ട. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആറ്റംസ് എന്നുള്ള ചാപ്റ്റർ. ആ ഡെറിവേഷൻസും കംപ്ലീറ്റ് ഒക്കെ അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. കുറച്ച് സാധനങ്ങളെ പഠിക്കാനുള്ളൂ. സിമ്പിളായിട്ട് പടപടേന്ന് അങ്ങ് പഠിച്ചു പോവാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, സോ എപ്പോഴും പറയുന്ന പോലെ ഇനി അടിപൊളിയായിട്ട് പഠിക്കുക. യെസ്, വെയിറ്റ് ഫോർ മോർ ക്ലാസ്സസ്. അപ്പോൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് നമ്മുടെ എല്ലാ ക്ലാസ്സസും കാണാം, അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുണ്ടാവും നിങ്ങളുടെ കൂടെ, നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങി തരാൻ. അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ, ഞങ്ങൾ കിടന്നുറങ്ങുന്നുള്ളൂ. ഓക്കെ, സോ അപ്പോൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. സോ ഓൾ ദ ബെസ്റ്റ്, സീ യു, ബൈ.